ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്. اللهم صل وسلم مثل ثواب ما قرأنا في سيدنا مصطفى محمد صلى الله عليه وسلم وإلى حضرات الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين اللهم بحقوقهم بارك لنا في كل أمورنا بركة تامة كاملة دائمة نامية إلى يوم القيامة. اللهم انصرنا وانصر أهلنا يا خير الناصرين. اللهم افتح لنا أبواب الخير والبركة والرحمة والعزة والسلامة يا فتاح يا عليم يا ذا الجلال والإكرام. اللهم انصرنا وانصر أهلنا يا خير الناصرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ಆಮೀನ್ ಬಿರಹ್ಮತಿಕ ಯಾ ಅರ್ಹಮರ್ ರಾಹಿಮೀನ್. ತುಂಬ ಹೃದಯದ ಅಭಿನಂದನೆಯನ್ನು ಸಲ್ಲಿಸುತ್ತಾ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಆಗಮಿಸಿದ ಸರ್ವರನ್ನ ಸ್ವಾಗತಿಸಲಿಕ್ಕಿದ್ದರು. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് മലാർ ഇതിരെ അംഗത്തിൽ നടക്കಡೆ ബഹുമാന്യരായ ഷെയ്ഖ് യൂസഫ് സിദ്ദീഖ് വലിയുല്ലാഹി ಎಲ್ಲ പേരിലുള്ള ആണ്ട് നേർച്ച സ്വലാത്ത് വാർഷിക ಇದರೊಟ್ಟಿಗೆ ನಾಲ್ತೆ ಧಾರ್ಮಿಕ ಮತ ಪ್ರವಚನത്തെ ജന്നാമത്തെ നാളിൽ ഞങ്ങൾ ഇവിടെ തെച്ചുകൊണ്ടുള്ള ഇന്നത്തെ നാളിൽ ഞങ്ങൾക്ക് മതപ്രഭാഷണ ചൊല്ല വന്നത് ബഹുമാന്യരായ അബൂബക്കർ സിദ്ദീഖ് ജലാലി ജുമാ മസ്ജിദ് മുദർരിസ് ജുമാ മസ്ജിദ് കല്ലക ಎಲ್ಲ ಬಗ್ಗೆ ചൊല്ലെങ്ക് ಎಲ್ಲ ഞങ്ങൾ ഒരു 3 വർഷത്തിലുണ്ട് ഇവിടെ വാൾക്ക് വേനായിട്ട് ഞങ്ങൾ ട്രൈ ആക്കിക്കൊണ്ടിരുന്ന അയാൾക്ക് ಬೇರೆ ಮೂತು ಅയാൾക്ക് ബുക്കിംഗ് ഇന്ന സബലു അയാൾ ഞങ്ങൾക്ക് കിട്ടില്ല. ഈ വർഷ അൽഹംദുലില്ലാ ഞങ്ങൾ കോണ്ടാക്ട് ആയ പാലമേ ഇവിടെ ഞങ്ങൾക്ക് വാൾക്ക് വേനായിട്ട് ಬಂಡ ಜಂತು ವಾಗ್ದಾನ ಹಾಕಿತ್ತು. ഇയാൾ ഈ രാജ്യത്തെ 3-4 മുത്താലിം മക്കൾക്ക് പഠിപ്പാട്ടിര് ഇപ്പ ഒരു മുത്താലിം ഈ രാജ്യത്തെ ഒരു മുത്താലിമും ഇയാളൊട്ടിಗೆ പഠിച്ചുകൊണ്ടുള്ള എല്ലാണ് ഈ കാര്യക്രമത്തിക്ക് ആഡಳಿತ സമിതിയുടെ പരമായിട്ടും ജമാഅത്തുകളുടെ പരമായിട്ടും ഹൃത്പൂർവകമായിട്ട് സ്വാഗതാക്കിയിട്ടുള്ള അതേപോലെ ഈ കാര്യക്രമത്തെ അധ്യക്ഷತೆ വഹിച്ചെക്കಂತೆ ഞങ്ങളുടെ രാജ്യത്തെ ഖത്തീബായ ഹനീഫ് ഫൈസി ആൾക്കും ആഡಳಿತ സമിതിയുടെ പരമായിട്ടും ജമാഅത്തുകളുടെ പരമായിട്ടും സ്വാഗതാക്കിയിട്ടുള്ള അതേപോലെ സ്റ്റേജിൽ വെച്ചെങ്കത്തെ സദർ ഉസ്താദ് ഇർഫാൻ ഉസ്താദും മുക്രി ഉസ്താദായ ഞങ്ങളെ ഹക്കീം ഉസ്താദും ഞാൻ സ്വാഗതാക്കിയിട്ടുള്ള സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് عليه توكلت وإليه أنيب. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. قد بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة. جزاك الله عنا يا سيدنا يا رسول الله. جزاك الله عنا يا سيدنا يا حبيب الله. يا رحمن ارحمنا بلطف منك أوصلنا إليك ولا تبعدنا
بجاه الشيخ جيلاني صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم على حبيبك خير الخلق كلهم. بسم الله الرحمن الرحيم. فانكحوا ما طاب لكم من النساء مثنى وثلاث ورباع فإن خفتم ألا تعدلوا فواحدة أو ما ملكت أيمانكم. وقال رسول الله صلى الله عليه وسلم: أربع من السعادة: المرأة الصالحة والمسكن الواسع والجار الصالح والمركب الهنيء. شفيعنا رسول الله صلى الله عليه وسلم. സ്നേഹവും ബഹുമാനം നിറഞ്ഞ സൽസ്വഭാവത്തിൻ്റെ ഉടമ പ്രഗത്ഭ പണ്ഡിതനായ മുഹമ്മദ് ഹനീഫ് ഫൈസി ഉസ്താദ് അവരുകളെ, അഭിയന്നരായ സദർ ഉസ്താദ്, ബഹുമാന്യരായ ഇർഫാൻ മൗലവി ഉസ്താദ് അവരുകളെ, ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം ഉസ്താദ് അവരുകളെ, അതുപോലെ ബഹുമാനപ്പെട്ട അലി മർഷദി ഉസ്താദ് അവരുകൾ, അതുപോലെ മുഹിദ്ദീൻ ജുമാഅത്ത് പള്ളിയുടെ പ്രസിഡന്റ് ആസിഫ് ഇക്ബാൽ അടക്കം ഉള്ള വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, കമ്മിറ്റി ഭാരവാഹികൾ, ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള നല്ലവരായ ഉമ്മ പെങ്ങന്മാർ, സഹോദര സഹോദരിമാർ, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടൽ അവൻ പൊരുത്തപ്പെടുന്ന ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് റാഹത്തോടെ പുഞ്ചിരിയോടെ മരിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു ദീർഘായുസ് നൽകട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അല്ലാഹു സ്വർഗമാക്കി തരട്ടെ. ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഭാര്യമാരുടെ സ്വഭാവം അല്ലാഹു നന്നാക്കി തരട്ടെ. നമ്മുടെ മക്കൾ ദുനിയാവിലും ആഖിറത്തിലും ഗുണം ചെയ്യുന്ന മക്കളായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ റബ്ബ് അല്ലാഹു തആലയാണ്. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു സുബ്ഹാനഹു വ തആലയായവനാണ് നമ്മുടെ റബ്ബ്. അവനാണ് നമ്മെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നവനും. ഇലൈഹി മർജിഉകും ജമീഅ. അല്ലാഹുവിലേക്ക് നമ്മൾ മടങ്ങിപ്പോകുന്നവരാണ്. അതിൻ്റെ മധ്യേ അല്ലാഹു സുബ്ഹാനഹു വ തആല തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും എന്ന് പറഞ്ഞ പോലെ പരീക്ഷണത്തിന് വേണ്ടി മാത്രം ഒരു കുറച്ച് കാലയളവ് അല്ലാഹു തആല നമുക്കിവിടെ അനുവദിച്ചു തന്നിരിക്കുകയാണ്. ജീവിതത്തിൽ മുഴുവനും ഒരു പരീക്ഷണമാണ്. ഹർഷദ് ഇങ്ങോട്ട് വരുന്ന അവിടെ ഒറ്റക്ക് ഒരാൾ നിൽക്കുമ്പോൾ വരി ഇങ്ങ് വരി, ഇവിടെ കസേര കാലുണ്ട്, ഇങ്ങോട്ട് വരി. അതിനിടയിൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു ചെറിയ പരീക്ഷണമെന്നോണം അൻസിലിന്നാസ മനാസിലഹും, അവരവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തതുകൊണ്ട് അല്ലാഹു നമുക്കൊന്നും കുറയില്ല. അങ്ങനെയാണ്. മുസ്ലിയാന്മാരാണ്, ഉസ്താദന്മാരാണെങ്കിലും നമ്മുടെ നാട്ടുകാരനാണെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്.
അവർക്കൊക്കെ അവരുടേതായ ബഹുമാനങ്ങളൊക്കെ ഉണ്ട്. അള്ളാഹു ഇസ്സത്തോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ നമുക്കെല്ലാം അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പരീക്ഷണമാണ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത്. എല്ലവും അള്ളാഹുവിന് ഇഷ്ടമുള്ളവരോടാണ് അള്ളാഹു കൂടുതൽ പരീക്ഷണം കൊടുക്കൽ. നമ്മുടെ വൈവാഹിക ജീവിതം പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മുഴുവനും പരീക്ഷണമാണ് എന്ന് നമ്മൾ ആദ്യം തന്നെ കണക്ക് കൂട്ടണം. അള്ളാഹുവിനോട് ഇഷ്ടമുള്ള ആളുകൾക്ക് എല്ലവും പരീക്ഷണമാണ്. അള്ളാഹു തആല പരീക്ഷണമാണ് മുഴുവനും നൽകുന്നത്. ഭാര്യമാരുടെ ബുദ്ധിമുട്ട് സഹിക്കാതെ വിഷമത്തോടെ കഴിഞ്ഞവനിക്ക് അയ്യൂബ് നബിയുടെ ദറജ സ്വർഗത്തിലുണ്ടെന്ന്, ഭർത്താക്കന്മാരുടെ ഇടങ്ങേറ് ബുദ്ധിമുട്ടുകൾ സഹിക്കുന്ന ഭാര്യക്ക്, സങ്കടങ്ങൾ സഹിക്കുന്ന ഉമ്മമാർ ആസിയ ഉമ്മയുടെ കൂടെ സ്വർഗമുണ്ടെന്നും മഹാന്മാർ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈമാനുള്ളവർക്ക് പരീക്ഷണം ഉറപ്പാണ്. അശദ്ദുന്നാസി ബലാഅൻ അൽ-അംബിയാ, ഏറ്റവും കൂടുതൽ പരീക്ഷണമുള്ളത് അമ്പിയാക്കന്മാർക്കാണ്. സുമ്മൽ അംസലു ഫൽ അംസൽ, പിന്നെ അവരെ പോലെയുള്ളവർ അവരെ പോലെയുള്ളവരാണ്. എല്ലാം ജീവിതത്തിൽ പരീക്ഷണമാണ്. നമ്മുടെ ജീവിതത്തിലെമ്പാടും പരീക്ഷണങ്ങളാണ്. ആ പരീക്ഷണങ്ങളെ ക്ഷമയോടെ മുന്നേറുന്നവരാരോ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്, പരീക്ഷണങ്ങളിൽ വിജയിക്കുന്നവനാരോ, ക്ഷമിക്കുന്നവനാരോ, ക്ഷമിക്കുന്നവൻ വിജയിക്കുന്നവനാണ്. അല്ലാഹു അവൻ്റെ കൂടെയാണ്. അല്ലാഹു അവനിക്ക് പ്രതിഫലം നൽകുകയാണ്. ക്ഷമിച്ചില്ല എങ്കിൽ പോലും അവനിക്ക് അല്ലാഹു ഖദറാക്കിയതല്ലാതെ കിട്ടാൻ പോകുന്നില്ല. ബേജാറ് പറഞ്ഞതുകൊണ്ട്, ബുദ്ധിമുട്ട് പറഞ്ഞതുകൊണ്ട്, സങ്കടം പറഞ്ഞതുകൊണ്ട്, ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് സുഖം കിട്ടാത്തത് വിളിച്ചു പറഞ്ഞതുകൊണ്ട്, ഭാര്യയെ കുറ്റം പറഞ്ഞതുകൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അല്ലാഹു ഖദറാക്കിയതേ കിട്ടാൻ പോകുന്നുള്ളൂ. നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ വീട്, നമ്മുടെ പറമ്പ്, നമ്മുടെ സ്വത്ത്, നമ്മുടെ രോഗം, നമ്മുടെ കടം, നമ്മുടെ ബുദ്ധിമുട്ട്, സകലവും അല്ലാഹുവിൻ്റെ തീരുമാനമാണ്. അല്ലാഹുവിൻ്റെ ഖദർ ഖളാണ്. അല്ലാഹു നിശ്ചയിച്ചതല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. അല്ലാഹു തീരുമാനിച്ചതല്ലാതെ ഇവിടെ ഒന്നും നടക്കാനില്ല. അല്ലാഹുവിൻ്റെ റസൂല് പറയുകയാണ്, ഇത്തഖിൽ മഹാരിം തകുൻ അഅബദന്നാസ്, തെറ്റുകളിൽ നിന്ന് നീ വിട്ടുനിൽക്കുന്നവനാകണം, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവനാകണം, വേണ്ടാത്തരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവനാകണം. കല്യാണത്തിൻ്റെ പേര് പറഞ്ഞ് പാട്ടുകളും ഡാൻസുകളും തുള്ളിച്ചാടലുകളും ഉണ്ടാകരുത്. കല്യാണത്തിൻ്റെ പേര് പറഞ്ഞ നിസ്കാരം ഖളായി പോകരുത്. മൊയ്ലാഞ്ചിയുടെ പേര് പറഞ്ഞ നിസ്കാരം നഷ്ടപ്പെട്ടു പോകരുത്. മൊയ്ലാഞ്ചിയുടെ പേര് പറഞ്ഞ് ഡീജകളായിട്ട്, ഡാൻസുകളായിട്ട്, തുള്ളിച്ചാണ്ടലുകളായിട്ട് അല്ലാഹു പൊരുത്തപ്പെടാത്തത് നിന്റെ വീട്ടിൽ നടക്കരുത്. അങ്ങനെ ഹറാമുകളിൽ നിന്ന് നീ വിട്ടു നിൽക്കുമ്പോഴാണ് തകുൻ അഅബദന്നാസ്, നീ ഏറ്റവും വലിയ ആബിദാകാൻ, അല്ലാഹു പൊരുത്തപ്പെട്ടവരാകാൻ, അല്ലാഹു ഇഷ്ടമുള്ളവരാകാൻ. ഇത്തഖിൽ മഹാരിം തകുൻ അഅബദന്നാസ്, നീ അല്ലാഹുവിനേക്ക് ഏറ്റവും അടുത്ത ആബിദാകണോ? നീ ചെയ്യേണ്ടത് എന്താണ്? തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടവരാണ് നമ്മൾ. കല്യാണത്തിൻ്റെ പേരിൽ എന്തൊക്കെ അനാചാരങ്ങളാണ് യുവതി യുവാക്കൾ വലിച്ചു കൂട്ടുന്നത്. തിന്മകളാണ്, മോശങ്ങളാണ്, ഹറാമുകളാണ്. അങ്ങനെ ചെയ്ത ആ കുടുംബത്തിൽ പിറന്ന മക്കൾ സാലിഹല്ലാത്ത മക്കൾ പിറക്കുകയാണ്. കുടുംബത്തിന് ഉപകാരപ്പെടാത്ത മക്കൾ പിറക്കുകയാണ്. ഹറാമുകളിൽ നിന്ന്, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാതെ ഒരു സമാധാനവും വരില്ല ഉമ്മ. കോളേജ് കുമാരികൾ
കുട്ടികളോട്, കോളേജ് കുമാരന്മാരോടൊന്ന് പറയുകയാണ്, ചെറുപ്പക്കാരെ, നീ വ്യഭിചാരിയാണെങ്കിൽ നിനക്ക് ഏറ്റവും പറ്റിയത് വ്യഭിചാരിണിയായ പെണ്ണാണ്. സഹോദരി, ആരാരെ സ്നേഹിച്ച് നടക്കുന്ന നിനക്ക് ഭർത്താവായി കിട്ടുന്നത് അന്യരെ സ്നേഹിക്കുന്ന ഭർത്താവാണ്. നിന്നോട് സ്നേഹമില്ലാത്തവനാണ്, സമാധാനം നൽകാത്തവനാണ്, സന്തോഷം കൈമാറാത്തവനാണ്. അതുകൊണ്ട് കല്യാണ പ്രായമെത്തി നിൽക്കുന്ന പ്രായപൂർത്തിയെത്തിയവരോട് ഹറാമുകളുടെ പിന്നാലെ പോകല്ല ചെറുപ്പക്കാരെ, സഹോദരിമാരെ. നട്ടപ്പാതിരാ രാത്രി വരെ വാട്സപ്പിലും ഫേസ്ബുക്കിലുമായിട്ട്, ഇൻസ്റ്റാഗ്രാമിലും വേണ്ടാത്തരങ്ങളിലും ടിക്ടോക്കുകളിലും ഹറാമുകളിൽ കയറി കുത്തിരുന്നിട്ട് ആരാരും കാണുന്നില്ല എന്ന് കരുതിയിട്ട് പാതിരാ നേരത്ത് കാമുകന് കോള് വിളിക്കുന്ന സഹോദരി, സഹോദരാ, നമ്പറുകൾ മാറ്റിയിട്ട് ആരാരും അറിയാത്ത മൊബൈൽ ഫോൺ കയ്യിൽ കൊണ്ട് നടക്കുന്ന സഹോദരി, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അല്ലാഹു നിന്നെ സൂക്ഷ്മമായി കാണുന്നുണ്ട്, നിന്റെ ചാറ്റിങ്ങുകൾ രേഖപ്പെടുത്തുന്നുണ്ട്, നിന്റെ വീഡിയോ കോളുകൾ അല്ലാഹു കാണുന്നുണ്ട്. ടിക്ടോക്കിൽ കയറിയിട്ട് തുള്ളിച്ചാടി ഡാൻസ് കളിച്ചത് അല്ലാഹുവിൻ്റെ മലക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ് മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ നതീദ്. ഉപ്പാനെ വഞ്ചിക്കാൻ പറ്റും, ഉസ്താദിനെ വഞ്ചിക്കാൻ പറ്റും, ഉമ്മാനെ ചതിക്കാൻ പറ്റും. ചതിക്കാൻ പറ്റാത്ത റബ്ബ്, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, സൂക്ഷ്മമായി നിന്നെ അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് കണ്ണ് തന്നവനാണ് അവൻ, നിനക്ക് കരൾ തന്നവനാണ് അവൻ, നിനക്ക് കിഡ്നി തന്നവനാണ് അവൻ, നിനക്ക് ഹാർട്ട് തന്നവനാണ് അവൻ, നിനക്ക് ബ്രെയിൻ തന്നവനാണ് അവൻ, നിന്റെ നാവിൻ തുമ്പത്തു 9,000 സെല്ലുകൾ നൽകിയവനാണ് അവൻ, സകലമാന സന്തോഷങ്ങളും നൽകിയവൻ അവനാണ്, ആരോഗ്യം തന്നവനവനാണ്. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, എല്ലാം നമുക്ക് നൽകിയ അല്ലാഹു, ആ അല്ലാഹനെ ഒളിപ്പിക്കാൻ കഴിയില്ല സഹോദരി, ആ അല്ലാഹനെ ഒളിപ്പിക്കാൻ കഴിയില്ല സഹോദരാ. അല്ലാഹു കാണാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഉമ്മമാരെ, ഭർത്താവിനെ ചതിക്കുന്ന ഉമ്മമാർ, ആരെയും കാരുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന സഹോദരിമാർ, കണ്ട പെൺകുട്ടികളെ കയ്യിൽ നിന്ന് മൊബൈൽ നമ്പർ വാങ്ങുന്ന ചെറുപ്പക്കാരെ, ഭാര്യയെ ചതിക്കാം, ഉപ്പാനെ ചതിക്കാം, എല്ലാരെയും ചതിക്കാം. ചതിക്കാൻ പറ്റാത്ത ഒരുവനുണ്ടവൻ ഖാലിഖായ റബ്ബാണ്. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ, അവനാണ് നിനക്ക് കോലം തന്നത്, അവനാണ് നിന്നെ പടച്ചവൻ, അവനാണ് നിനക്കെല്ലാം തന്നത്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോന്റെ 2 കിഡ്നിയും ഫൈലാന്ന് ഒരാള് പറയുമ്പോ, 12 വയസ്സുള്ള പൊന്നുമോന്റെ 2 കിഡ്നിയും ഫൈലാക്കിയത് പടച്ച റബ്ബാണ്. അതേ റബ്ബല്ലയോ നിന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന കിഡ്നി തന്നത്? വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങൾക്ക് നമ്മൾ നൽകിയ ശരീരത്തിൽ നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത്? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഖുർആൻ ചോദിക്കുകയാണ്, കിഡ്നിയെ പറ്റി, കരളിനെ പറ്റി, കണ്ണിനെ പറ്റി, കാതിനെ പറ്റിയിട്ട്, കൈകാലുകളെ പറ്റിയിട്ട് ഓരോന്നും ചിന്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ അല്ലാഹുവിനെ ഓർമ്മ വരാൻ എവിടെ പോകണം മുമ്മിനെ? അതുകൊണ്ട് ഇത്തഖിൽ മഹാരിം, തെറ്റുകളിൽ നിന്ന് നീ മാറി നിൽക്കണം. അത് കല്യാണത്തിലോ മൊയിലാഞ്ചിയിലാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും തെറ്റ് ചെയ്തു പോകരുത്. താളത്തിന്റെ പേരിൽ അക്രമം വലിച്ചെറിയുന്ന ചെറുപ്പക്കാരെ, അല്ല പൊരുത്തപ്പെടാത്ത തിന്മകൾക്ക് കൂട്ടു നിൽക്കരുത്. ഫാമിലിയാന്ന് പറഞ്ഞിട്ട് കല്യാണ ദിവസവും മൊയിലാഞ്ചിയുടെ ദിവസവും കെട്ടിപ്പൊഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഷെയർ ചെയ്തിട്ട് തിന്മകളിൽ അകപ്പെട്ടു പോകുന്നവരാകരുത്. തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവൻ അല്ലാഹു ഇഷ്ടപ്പെടുന്നവരാണ്. യാ അല്ലാഹ്, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്. പിന്നെ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വർള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ്. അല്ലാഹു നിനക്ക് ഓഹരി വെച്ച് തന്നതില്ലയോ, അതുകൊണ്ട് നീ പൊരുത്തപ്പെട്ടവനായാൽ നീയാണ് ഏറ്റവും വലിയ മുതലാളി, നീയാണ് ഏറ്റവും വലിയ കോടീശ്വരൻ. ആരാണ്? അല്ലാഹു നിനക്ക് തന്നത് കൊണ്ട് പൊരുത്തപ്പെടുന്നവനാണ്. നിനക്ക് അല്ലാഹു കണക്കാക്കിയ ഭാര്യയില്ലയോ, നിനക്ക് അല്ലാഹു കണക്കാക്കിയ ഹസ്ബൻഡ് ഇല്ലയോ, അതിൽ പരസ്പരം പൊരുത്തപ്പെട്ടുകൊണ്ടുള്ള ജീവിതമാണ്. നിങ്ങൾക്ക് അല്ലാഹു തന്ന മക്കളില്ലയോ, അവൻ തന്ന വീടില്ലയോ, അവൻ തന്ന സ്വത്തില്ലയോ, അവൻ തന്ന സൗന്ദര്യമില്ലയോ, അതിൽ പൊരുത്തപ്പെട്ടവനായാൽ റസൂലുള്ള പറയുന്നു, നാളെ മഹ്ശറയുടെ തിരുമുറ്റത്ത് രാജാക്കന്മാരെ പോലെ കിരീടം വെച്ച് വരുന്നൊരു കൂട്ടരുണ്ട്. അവരാരാണ്? 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 റസൂലുള്ള പറയുകയാണ്, ഇത്തഖിൽ മആരിം തകുൻ അബദന്നാസ് വർള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ്. അല്ലാഹു നിനക്ക് തന്ന ഭാര്യയില്ലയോ, അവൻ തന്ന ഭർത്താവ്, അവൻ തന്ന കുടുംബം, അവൻ തന്ന കച്ചവടം, അവൻ തന്ന സൗന്ദര്യം, എല്ലാത്തിലും നീ പൊരുത്തപ്പെട്ടവനായാൽ തകുൻ അഗ്നന്നാസ്, നീയാണ് ഏറ്റവും വലിയ മുതലാളി, നീയാണ് കാരണം. അല്ലാഹു നിനക്ക് തന്നതിൽ നീ പൊരുത്തപ്പെട്ടവനാണ്. വഖനഅബി തർക്കിൽ മുസ്തഗാവൽ ഫാഖിരി മിമ്മ തുഅമി വമലാബിസി വമനാസില. അല്ലാഹു തന്നത് കൊണ്ട് നീ പൊരുത്തപ്പെട്ടവരാണോ? നീയാണ് ഏറ്റവും വലിയ മുതലാളി. അവൻ തന്നത് മുഴുവനും നിനക്ക് അല്ലാഹു ഖൈറാൻ, എല്ലവും ഖൈറാൻ. അല്ലാഹു നൽകുന്നത് സകലവും ഖൈറാണ്. ആ ഖൈർ കൊള്ള പൊരുത്തപ്പെടുന്നവരാകണം. നമുക്ക് കിട്ടിയ ഭാര്യമാർ, നമ്മുടെ വൈഫ് അല്ലാഹു നമുക്ക് കണക്കാക്കിയവളാണ്. കണക്കാക്കിയതല്ലാതെ കിട്ടാൻ പോകുന്നില്ല. ഞാനൊരു ചെറുപ്പക്കാരൻ സങ്കടത്തോടെ സ്റ്റേറ്റസ് കാണുമ്പം തന്നെ വല്ലാത്ത ബേജാറിലാണ്. കാണുമ്പം തന്നെ മനസ്സിലായി ഇവൻ്റെ ലവ് പൊട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ചെറുപ്പക്കാരെ സ്റ്റേറ്റസ് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. മൂവിങ്ങലാണോ, പൊട്ടിയോ, പാളീസായോ, ബുദ്ധിമുട്ടിലായോ, അവൾ കൈ കൊടുത്തിട്ടെറിഞ്ഞു പോയോ? ചോദിക്കണ്ട, അറിയണ്ട, ഒന്നും അറിയാതെ തന്നെ സ്റ്റേറ്റസിലൂടെ വായിച്ച് മനസ്സിലാക്കാൻ. സങ്കടത്തോടെ മൂഡ് ഓഫിലിരിക്കുന്നവരോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, 10 കൊല്ലം സ്നേഹിച്ച പെണ്ണെന്നെയും വിട്ടെറിഞ്ഞു പോയി, അവൾക്ക് ഇന്ന് എൻഗേജ്മെന്റാണ്. 10 കൊല്ലം സ്നേഹിച്ച പെണ്ണിട്ടെറിഞ്ഞ് ഓടിയതിൻ്റെ സങ്കടം സ്റ്റേറ്റസിൽ തീർക്കുന്ന ചെറുപ്പക്കാരെ, അല്ലാഹു കണക്കാക്കിയതല്ലാതെ കിട്ടാൻ പോകുന്നില്ല. അപ്പുറത്തെ വീട്ടിലെ കറുകറുത്ത ചെറുപ്പക്കാരൻ വെളുത്ത സൗന്ദര്യവതിയെ കൊണ്ടുവന്ന് കാറിലോ ബൈക്കിലോ ബുള്ളറ്റിലോ ഇരുത്തി പോകുമ്പോ അവൻക്ക് എന്തേ അങ്ങനെ, എനിക്കെന്തേ ഇങ്ങനെ? ഞാൻ ഇത്ര സൗന്ദര്യവാനാണല്ലോ, എൻ്റെ കയ്യിൽ പണമുണ്ടല്ലോ, എനിക്ക് എന്തേ ഇങ്ങനെ? അവനിക്ക് നല്ല പെണ്ണ് കിട്ടിയല്ലോ. ഒന്നുമില്ല, അല്ലാഹു നിനക്ക് തന്നത് ഏറ്റവും ഖൈറാണ്. അല്ലാഹു നിനക്ക് ഖൈറായ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് നീ പൊരുത്തപ്പെടുന്നവനാകണം. ഉമ്മ, നിനക്ക് കിട്ടിയ ഭർത്താവ് ജോലിയുള്ളവനാവട്ടെ ഇല്ലാത്തവനാവട്ടെ, നിനക്ക് കിട്ടിയത് കൊണ്ട് നീ പൊരുത്തപ്പെടുന്നവനാകണം. അങ്ങനെയായാൽ നാളെ മഹ്ശറയുടെ തിരുമുറ്റത്തെത്തുമ്പോ സ്വർഗീയ കിരീടം വെക്കപ്പെട്ടവരായിട്ട് നാളെ മഹ്ശറയിൽ വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മമാർ, സഹോദരന്മാർ, ഒന്ന് ശ്രദ്ധിക്കുക. പ്രായപൂർത്തിയെത്തിയാൽ മക്കൾക്ക് പെട്ടെന്ന് കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള ഒരുക്കം. അത് ഇമാമിങ്ങൾ 9ാമതായിട്ട് എണ്ണിയത് തസ്വീജുഹും, അവരെ കെട്ടിച്ചു കൊടുക്കലാണ്. അത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നു, ആണിനെയും പെണ്ണിനെയും രണ്ടും കെട്ടിച്ചു കൊടുക്കുക എന്നുള്ളൊരു ദൗത്യമാണ്. ഉമ്മയും ഉപ്പയും മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി ഒരുങ്ങണം. ചില നാട്ടിലൊക്കെ ഉണ്ട്, പെണ്ണും കുട്ടികളെ പെട്ടെന്ന് കെട്ടിച്ചു കൊടുക്കും, അല്ലേ? പെൺമക്കൾക്ക് 12 വയസ്സാകുമ്പോൾ തന്നെ ഉപ്പ ദ്വാരക്കാൻ വേണ്ടി ഉസ്താദോട് പറയും, ഉസ്താദ് എൻ്റെ മോൾക്ക് വയസ്സായിട്ട് ദ്വാരക്കണമെന്ന്. ഓർമ്മയായി. 12 വയസ്സായ മോൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് ഓർമ്മയായി. 38 വയസ്സുള്ള മോൻക്ക്
ಬ್ರೋಕರ್ ಕೇಟ್ ಆಜಾರ ನಿಂಗಳ ಮೋನುಗು ಮಂಗಿಲಮ್ಮ ಇಪ್ಪಮ್ಮ ಇತ್ತರ ಬೇಗ ഓണക്ക് ബസ്സെന്തോ ആയിട്ടില്ല ഓടക്ക് ബസ്സായിട്ടാകുമ്പോൾ കൊണ്ടുപോയിട്ട് ഖബറിൽ വെക്കുന്നത് ബസ്സായിട്ടാകുമ്പോൾ മംഗലം കഴിക്കുന്നതല്ല മോൾക്ക് 12 വയസ്സാകുമ്പോൾ ബസ്സായി മോൻക്ക് 38 വയസ്സായിട്ട് ಇನ್ನೊರು 2 ವರ್ಷ പോട്ട് ഇപ്പം പ്രോബ്ലം ഉണ്ടല്ലോ സർക്കാരിൽ ഏത് ബണ്ട് നോക്കുമോ എങ്ങനെ അപ്പുറം ഇപ്പുറം ഞങ്ങൾക്ക് സപ്പോർട്ടായെങ്കിൽ പിന്നെ നോക്കാം 2 വർഷം പോട്ടു വയസ്സ് 38ആയി ബ്രോക്കറോട് ചെന്നതാ ഇപ്പുറം ഇപ്പം മാത്രം വന്നെങ്കിൽ നിന്റെ കാലോടക്കുവാൻ എന്തേ മോൻക്ക് മംഗലം കഴിക്കുന്ന വിഷയത്തിലില്ല ആണുമക്കൾ അല്ല ആണും പെണ്ണും ഒരുപോലെ നിന്റെ മകളെ കെട്ടിച്ചു കൊടുക്കുമ്പോ നീ ഫേസ്ബുക്ക് എടുത്തിട്ട് അവന്റെ ഏജ് നോക്കുകയാണ് അഥവാ അവന്റെ കൂടെ പഠിച്ചവരോട് അവന്റെ ഏജ് ചോദിക്കുകയാണ് നിന്റെ മോളെ കെട്ടുന്ന 18കാരിയായ 20 വയസ്സുള്ള മോളെ കെട്ടുന്നവനിക്ക് 25 വയസ്സിനേക്കാളും കൂടുതലുണ്ടെങ്കിൽ നമ്മൾ പറയും അവന് ചെറുക്ക വേണ്ട അവനു ബസ്സായിട്ട് നമ്മുടെ മക്കൾ പുരയിൽ 35 വയസ്സുള്ള മോനുണ്ട് ഓൻക്ക് വയസ്സായിട്ടില്ല എന്തൊരു വിരോധാഭാസമാണ് ആണിനും പെണ്ണിനും കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള ഒരുക്കം ഉമ്മമാർ മനസ്സ് കാണിക്കണം ഉപ്പമാർ മനസ്സ് കാണിക്കണം മക്കളെയും പെൺമക്കളെയും ഒരുപോലെ നീതിയോടെ കാണണം മുഅ്മിനീങ്ങളെ അവർക്ക് കല്യാണത്തിന്റെ ആഗ്രഹം വന്നിട്ട് ആൺമക്കൾക്ക് ആശയുണ്ട് ആരോട് പറയാനാണ് കല്യാണം കഴിക്കണമെന്ന് മൂക്കിന്റെ കൊടിയിൽ ആശൻ ആരോട് പറയാൻ ആരോടെങ്കിലും പറഞ്ഞാ ഉപ്പ പറയും എന്തല്ലാ നിക്ക് ഇത്ര ശരിയല്ല പെണ്ണ് പിറാന്ത് അല്ലേ ഉപ്പ ചോദിക്കും നിനക്ക് ഇത്ര വേഗ നിന്റെ അബ്ബകില്ലാന്ത് നക്കില്ല നിക്കന്റെ ഇത്ര വേഗ ഇങ്ങനെ ചോദിക്കുന്ന ഉപ്പമാർ ആരോട് പറയാൻ ഉമ്മാട് പറഞ്ഞാ ഉമ്മ പറയും നിന്റെ ഇലവളുണ്ടല്ലേ അവളുടെ ഇലവളു 6ാം ക്ലാസ്സിൽ പഠിക്കുന്നവളുണ്ടല്ലേ അവളും നിൽക്കും ഒട്ടിക്ക മങ്ങില അങ്ങനെയാണ് ആ ഒരവസ്ഥ ഉണ്ടാകരുത് എന്നോടൊരു ചെറുപ്പക്കാരൻ ഒരു ദിവസം പറഞ്ഞു ഉസ്താദ് എങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് ഉപ്പാനെ ഒന്ന് സെറ്റാക്കി തരണം ഉപ്പ ബാപ്പട്ട ചൊല്ലണം മങ്ങിലെടുക്കോ എല്ലാവരും മൗലിദെല്ലാം കഴിഞ്ഞ് മുത്തല്ലിമീങ്ങൾ ഉസ്താദെല്ലാം പോയി ഞാൻ ഇയാളെല്ലാം മുട്ട എടുത്ത് പിടിച്ചിട്ട് ഇയാളോട് ചോദിച്ചു അല്ല കാക്ക നിങ്ങളെ മോണക്കൊരു മങ്ങിലെടുത്തെങ്ങെന്ത് അയാൾ കേട്ട് നന്റെ മോണുക ഉസ്താദ് ആയിട്ടില്ല ഉസ്താദ് ഓണുക ബസ്സായിട്ടില്ല ഞാൻ പറഞ്ഞു ബസ്സായിട്ടില്ലെങ്കിൽ ഒന്ന് കേൾക്കാൻ ഒന്ന് ചോദിച്ചൂടെ മോന്റെ ആഗ്രഹമാണെങ്കിൽ ഒന്ന് കെട്ടിച്ചു കൊടുത്തുകൂടെ അപ്പോൾ അയാൾ പറയുന്നു ഉപ്പ പറയുന്നു ഉസ്താദേ നാന് ചൊന്നിങ്ങോണു ഇപ്പൊ മംഗലാവുറടിക്കലെ മോന് പറഞ്ഞിട്ടാണ് ഞാൻ ഇയാളോട് പറയുന്നത് മോൻക്ക് മംഗലം വേണമെന്ന് ഈ ഉപ്പാന്റെ ഡയലോഗ് ഉസ്താദ് നാന് ചൊന്നിങ്ങോണു ഇപ്പൊ മംഗലാവുറടിക്കലെ ഞാൻ അയാളോട് പറഞ്ഞ അല്ല നിങ്ങളെ മോണ്ടിട്ടൊന്ന് കേട്ടു നോക്കൂ ഇത് പറയണം അയാളൊരു വിളി വിളിച്ച് ആരിസയില് വരാതെ പറഞ്ഞിട്ട് അയാളൊരു വിളി വിളിച്ച് എന്തരാ നിനക്ക് മംഗലാവണമെന്ന് കേട്ടു ഓൻ പറഞ്ഞു വേണ്ടാന്ന് ഇങ്ങനെ കേട്ടെങ്ങാരെങ്ങ ചൊല്ലുവോ മംഗലാവണമെന്ന് അയാൾ കേക്കല് ബ്ലോക്ക് ഉണ്ടെങ്കിൽ തിരിച്ചിട്ട് പോയിട്ട് അത്ര സ്പീഡിൽ കേട്ട അയാൾ ഓൻ പോയ പിന്നെ അയാൾ ചെന്നു ഉസ്താദേ ഞാൻ ചൊന്നിട്ടില്ല ഓ ഇപ്പം എന്തും മംഗലാവല്ലേ അവൻ ഞാൻ അയാളോട് ചല്ല എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാ മംഗലാക്കിയെന്ന് പ്രോബ്ലം ഉണ്ടാ അപ്പം അയാൾ പറയുന്നു ഉസ്താദ് ഇപ്പം എന്ത് പ്രോബ്ലം ഇല്ല ഇനി മങ്ങിലാക്കിയിട്ടൊരു പ്രോബ്ലം ആക്കുന്ന വേണ്ട ഇപ്പം അങ്ങ് നയിച്ചിട്ട് തിങ്ങൾക്ക് 5000 രൂപ കാസ് കറക്റ്റ് തിങ്ങളോട് തന്നുകൊണ്ടുള്ള എന്ത് പ്രോബ്ലം എന്തില്ല റായത്തിൽ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ മങ്ങിലത്തെ ఖర్చుండు മങ്ങിലായിട്ട് തെല്ല പിന്നെ ചുത്ത പോകുക അതുക്കും ఖర్చుండు പിന്നെ പ്രഗ്നൻ്റ് ആയെങ്കിൽ അതുക്കും ఖర్చుండు പിന്നെ ഡെലിവറിക്ക് അതുക്കും ఖర్చుండు അതെല്ലാം ആയിട്ട് പിന്നെ തൊട്ടിൽ കേട്ട് അതുക്കും ఖర్చు ഇതെല്ലാം ആയപ്പ മർമോൾ ചൊല്ലുക ഞങ്ങൾ ഊടെ വേണ്ട ഞങ്ങൾ ഫ്ലാറ്റ് വേറെ പോയി പിന്നെ ഓളെ വിളിച്ചുകൊണ്ട് ഓൺ പോകും അപ്പോൾ ഇപ്പോൾ 2 വർഷം ഇങ്ങനെ പോട്ടെ പിന്നെ നോക്ക് അർജൻറ്റ് എന്തില്ല ആർക്ക് അർജൻറ്റ് ഇല്ല അബ്ബക്ക് അർജൻറ്റ് ഇല്ല മോണിക്ക് അർജൻറ്റ് ഉണ്ട് ഇതർത്ഥാക്കാത്ത രൂപത്തിൽ തെറ്റിലകപ്പെട്ടു പോയാൽ മക്കൾ വ്യഭിചാരത്തിന് അഖിലുകാരായാൽ അല്ലാഹുവിന്റെ ഉത്തരം പറയേണ്ടത് ഉമ്മയാണ് അല്ലാഹുവിന്റെ ഉത്തരം പറയേണ്ടത് ഉപ്പയാണ് ആൺമക്കളോടും ചോദിക്കണം കല്യാണപ്രായം അടുത്ത് വരുമ്പോ പെൺമക്കളോടും ചോദിക്കണം കല്യാണപ്രായം അടുത്ത് വരുമ്പോ അതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അതുകൊണ്ട് അല്ലാഹു കഴിച്ചാൽ പിന്നെ അവന്റെ റസൂല് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് കഴിച്ചാൽ പിന്നെ നമുക്കുള്ളത് നമ്മുടെ മാതാപിതാക്കളാണ് ഉമ്മയാണ് വാപ്പയാണ് പിന്നെ പുരുഷന്മാർക്ക് ഏറ്റവും സ്നേഹമുണ്ടാകേണ്ടത് ഭാര്യമാരോടാണ് ഭാര്യമാർക്കോ അല്ലാഹും റസൂലും കഴിച്ച് പിന്നെ ഉമ്മയും വാപ്പയുമല്ല പിന്നെ കൂടുതൽ കടപ്പാടുള്ളത് ഭർത്താവിനോടാണ്
ഹബീബാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ഇന്നത്തെ വിഷയം അതാണ്. വൈവാഹിക ജീവിതമാണ്, ദാമ്പത്യ ജീവിതമാണ്. അതാണ് ഇന്ന് കുടുംബത്തിൽ സകലമാന ഏറ്റവും വലിയ വലിയ ഉസ്താദന്മാരാണെങ്കിലും നേതാക്കളാണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും കമ്മിറ്റിക്കാരനാണെങ്കിലും എല്ലാവരുടെ പുരയിലും പ്രശ്നമുണ്ട്. പ്രശ്നമില്ലാത്ത വീടില്ല. എല്ലാവരുടെയും വീട്ടിൽ പ്രശ്നമാണ്. നമ്മൾ വിചാരിക്കും ബുള്ളറ്റ് രണ്ടാൾ പോകുമ്പോൾ ഓർത്ത് ഭയങ്കരം ഹാപ്പി ലൈഫാന്ന് കരുതോ. പ്രതിസന്ധികളാണ്, വിഷമങ്ങളാണ്. സമ്പത്തില്ലാത്തതല്ല, വീടില്ലാത്തതല്ല, ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമില്ലാത്തതല്ല, ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ വന്ന കുഴപ്പങ്ങൾ. ഈയിടെ ഒരു സംസാരത്തിനൊരു പഞ്ചാതികക്കിരുന്നു. തലാഖിലേക്ക് എത്തിയ പഞ്ചാതികയുടെ തുടക്കം എവിടെയെന്ന് ചോദിക്കുമ്പോ ആദ്യം പ്രശ്നം തുടങ്ങിയത് ഭാര്യയുടെ ഫോണ് ഭർത്താവ് അറ്റൻഡ് ചെയ്തില്ല എന്നുള്ളതാണ്. ആദ്യം പ്രശ്നം തുടങ്ങിയത് അവിടെ മുതലാണ്. അതുകൊണ്ട് ഉമ്മമാർ, സഹോദരന്മാർ, സഹോദരിമാർ, അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. കുറച്ച് ഭാര്യനെയും ഭർത്താവിനെയും പറഞ്ഞിട്ട് നമുക്കൊന്ന് ദ്വാരുന്നിട്ട് പിരിയണം, പെട്ടെന്നാകണം അല്ലേ. ഒരുപാട് സമയം പറയാൻ സമയമില്ല. ഇലക്ഷനും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അള്ളാഹു നമ്മുടെ കൂട്ടുകുടുംബത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അള്ളാഹ്. ഇനി ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറും കൂടി പറയുമ്പോൾ ഇൻഷാ അള്ളാഹ് നിർത്താൻ സമയമായി. ഉമ്മമാരൊന്ന് ശ്രദ്ധിക്കുക. റസൂലുള്ള പറയുകയാണ്, നിങ്ങളൊക്കെ കേട്ടവരാകും, ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹാ വസാമത് ശഹ്റഹാ വഹഫിലത് ഫർജഹാ വഅതഅത് സൗജഹാ ഖീല ലഹാ. റസൂലുള്ള പറയുകയാണ്, ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസാണ്. നിസ്കരിക്കുന്ന പെണ്ണ്, കൃത്യമായി നിസ്കരിക്കുന്നവർ, ഉമ്മമാരെ നിസ്കാരം കൃത്യമായി കൊണ്ടു നടക്കണം. ചെറുപ്പക്കാരെ കൃത്യമായി നിസ്കാരം കൊണ്ടു നടക്കണം. നിസ്കാരം കൊണ്ടു നടക്കാതെ ഒരു കുടുംബ ജീവിതത്തിലും ബറക്കത്തില്ല, ഒരു കച്ചവടത്തിലും ബറക്കത്തില്ല. എത്ര തകിടല്ല ഉർക്കല്ല ടാങ്കർ കൊണ്ടുവന്നിട്ട് കെട്ടിയെങ്ങും പ്രശ്നത്തിന് പരിഹാരമല്ല. എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരമാണ് പരിശുദ്ധമാക്കപ്പെട്ട നിസ്കാരം എന്നുള്ളത്. ഉമ്മമാർ ഫുഡുകൾ ഫ്രിഡ്ജിൽ വെച്ച പോലെ നിസ്കാരം കൊണ്ടു നിൽക്കുന്നവരാകരുത്. നിസ്കാരം നിർവഹിക്കാത്ത കുടുംബത്തിൽ ബറക്കത്തില്ല. ഭർത്താവിന് സ്നേഹമില്ല എന്ന് പറഞ്ഞിട്ട് കണിയാൻ്റെ അടുത്തല്ല പോകേണ്ടത്, കുങ്കുമം കൊണ്ടുവരേണ്ടതല്ല. ഇസ്മിൻ്റെ തങ്ങളോട് പോയിട്ട് അയാൾക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് പറയുമ്പോ ഇസ്മിൻ്റെ ആള് പറയുന്നത് എന്ത് പ്രശ്നമെന്ന് ഞാൻ നോക്കിയിട്ട് രാത്രി പറയും. രാത്രി 10, 10:30, 11 മണിയാകുമ്പോൾ വിളിക്ക്. 11 മണിയാകുമ്പോൾ വിളിച്ചിട്ട് അവരും ഇവരും ഇഷ്ടായി. ഇഷ്ടമില്ലാത്തവനെ ഒഴിവാക്കിയിട്ട് ഇഷ്ടമുള്ളവൻ്റെ കൂടെ ഇറങ്ങിപ്പോയില്ലയോ? അമ്പലത്തിലെ സ്വാമിൻ്റെ കൂടെ ഈ സമുദായത്തിൽപ്പെട്ട പെണ്ണ് ഇറങ്ങിപ്പോയത് സ്നേഹം കിട്ടാത്തത് കൊണ്ടാകാമല്ലോ. എന്നോടൊരു ചികിത്സക്കാരൻ പറഞ്ഞതാണ്. അയാൾ അടുത്തൊരു സഹോദരി വന്നിട്ട് പറഞ്ഞത്, ഉസ്താദേ, എൻ്റെ ശരീരത്തിൽ ചൊറിയുള്ളത് കൊണ്ട് എൻ്റെ ഭർത്താവ് എന്നെ ലൈക്ക് ചെയ്യുന്നില്ല. ഉസ്താദിൻ്റെ ബർക്കത്താക്കപ്പെട്ട കൈ കൊണ്ട് എണ്ണയിട്ട് എൻ്റെ ശരീരത്തിൽ തടവോ? എന്ത് ചോദ്യമാണ്, എന്തൊരു മുസീബത്താണ് മുമ്മിന്. ഇങ്ങനെ ഉമ്മമാരോടൊന്ന് പറയുന്നു. മക്കത്തുനിന്ന് വന്ന തങ്ങം, മുക്കത്തുനിന്ന് വന്ന ആള്, ദ്വീപെന്ന് വന്ന ആള് എന്ന് പറഞ്ഞിട്ടിപ്പോ കിലോമീറ്ററിന്റെ കല്ലിട്ടതുപോലെ ഒരു ഭാഗത്ത് ജിന്നുമ്മ, ഒരു ഭാഗത്ത് ജിന്നുപ്പ, പല ജാതി സാധനങ്ങളുണ്ട്. ഉമ്മമാര് ഭർത്താക്കന്മാരുടെ കാര്യം പറഞ്ഞ് അവരെ സമീപിച്ചാൽ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമാകില്ല. പ്രശ്നത്തിന് പരിഹാരം ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹാ, 5 നേരം നിസ്കരിച്ചിട്ട് പടച്ച റബ്ബിലേക്ക് കൈ ഉയർത്തലാണ് പരിഹാരം. നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദുആക്ക് ഉത്തരമുണ്ട്. ജുമുഅ കഴിഞ്ഞിട്ടുള്ള ദുആക്ക് ഉത്തരമുണ്ട്. ജുമുഅ കഴിഞ്ഞ് ഇട്ടെറിഞ്ഞു ഓടുന്ന ആളുകൾ അള്ളാന്റെ ഖുർആൻ പറയുന്നത് അള്ളാന്റെ ഔദാര്യം ചോദിക്കേണ്ടത് വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞിട്ട് അപ്പ ഫോണും കയ്യിൽ പിടിച്ചിട്ട് എപ്പോഴും ഓടുന്ന മനുഷ്യൻ അവൻ
മുനാഫിക്കാണ്. അവസാനം പള്ളിയിൽ വന്ന് ആദ്യം പള്ളിയിൽ നിന്ന് പോകുന്നവർ. ചില ആൾ അങ്ങനെയുണ്ട്, പള്ളിയിൽ കമ്മിറ്റിയിൽ സ്ഥാനത്തിലും മാനത്തിലൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം വരും അവസാനം പോകും. അങ്ങനെയല്ല, എപ്പോഴും നമ്മൾ പള്ളി ആദ്യം വന്നിട്ട് അവസാനം പോകുന്നവൻ അവൻ മുഅ്മിനാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസാമത്ത് അല്ലാഹുവിന്റെ നിസ്കാരം മിഹ്റാജായ അസ്സലാ, ഈ നിസ്കാരം എന്നുള്ളത് മിഹ്റാജുൽ മുഅ്മിന്, ഒരു മുഅ്മിന്റെ മിഹ്റാജ് യാത്രയാണ് നിസ്കാരം. വമൻ അറള ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്കാ, നിസ്കാരം ഒഴിവാക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള ജീവിതം കൊടുക്കുകയാണ്, ഇടങ്ങേറ് കൊടുക്കുകയാണ്, പ്രശ്നം കൊടുക്കുകയാണ്. അതുകൊണ്ട് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുക. നിസ്കരിക്കാതെ നീ കൊടയിലും വീട്ടിലും അവിടെയും ഇവിടെയും ഇസ്മും മുറുക്കും തകിടും കൊണ്ടുപോയി വെച്ചത് കൊണ്ട് അള്ളാന്റെ റഹ്മത്ത് നിനക്ക് കിട്ടാൻ പോകുന്നില്ല. നിസ്കരിക്കല, നിസ്കാരത്തിന് ഇൻട്രസ്റ്റും ഇല്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അയാൾ ഭയങ്കര ഹിക്മത്തുകാരനാണ്. അയാളടുത്ത് ആര് ഇസ്മിന് വന്നെങ്കിൽ അയാൾ പറയുന്ന എന്തറിയും, എന്ത് പ്രശ്നത്തിനും അയാളെ പ്രോബ്ലം എന്ത് പറഞ്ഞാലും അയാൾ പറയും ബാങ്കൊട്ട് ഉടനെ സുബഹിസ്കരിക്കണം, സുബഹിസ്കരിച്ചിട്ട് അൽബഖറ ഓതണോ. അങ്ങനെ ഒരാൾ വന്നിട്ട് പറഞ്ഞാല, ഉസ്താദെ ഭാര്യ പ്രോബ്ലം എപ്പോൾ നോക്കി ഒത്തു ഗലാട്ട തപ്പില്ല, പ്രശ്ന തപ്പില്ല, മക്ക ചൊന്ന പോലെ ഒക്കെ. അയാൾ പറഞ്ഞു 41 നാളെ അൽബഖറ സൂറത്ത്. അൽബഖറ അറിയോ? ഇല്ല. അൽബഖറ സൂറത്ത് അറിയോ? ഇഷ്ടാഗ്രാം അറിയോ? പബ്ജി അറിയോ? പബ്ജി അല്ലേ? അൽബഖറ സൂറത്ത് റമളാൻ കഴിഞ്ഞിട്ട് ഖത്തം പൂർത്തിയാക്കിയ ഉസ്താദ്മാരല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയ. റമളാൻ കഴിഞ്ഞിട്ട് അടുത്ത റമളാനിന് 1 മാസമുണ്ട്. ബാലക്കാർ കഴിഞ്ഞ നോമ്പ് കഴിഞ്ഞിട്ട് ഈ നോമ്പിൻ്റെ ഇടയിൽ ഖത്തം പൂർത്തിയാക്കിയ ബാലക്കാർ. നിങ്ങൾ ബാലക്കാരാ? ആകെയുള്ള ഒരേ ഒരു ബാലക്കാർ, അതയാൾ. ആട്ടെ, അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകട്ടെ. അൽഹംദുലില്ലാഹ്, അള്ളാഹു കബൂലാക്കട്ടെ. ഞാൻ തമാശക്ക് ചോദിച്ചാ അള്ളാഹു ഇനിയും ബാല്യം തരട്ടെ അല്ലേ? ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാണ് ബാലക്കാർ ആര് പൊന്തിക്കാത്തപ്പോൾ അയാൾക്ക് ബേജാറ്, അങ്ങനെ അയാൾ പൊന്തിച്ച്. ബാലക്കാർ ബേജാറൊക്കെ ഉണ്ടാവും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഖുർആനിൽ നിന്ന് ദൂരത്തെ പോയി പ്രശ്നം ബേജാറും ബുദ്ധിമുട്ടെല്ലാം തീരാൻ കൃത്യമായി നിസ്കരിക്കുക. അയാൾ പറഞ്ഞാൽ അൽബഖറ സൂറത്ത് 41 നാൾ സുബഹി നിസ്കരിച്ച് അപ്പളെ ഓതണോന്ന്, ബാങ്കോട്ട് അപ്പം നിസ്കരിക്കണോ അപ്പം ഓതണോന്ന്. അപ്പോൾ ഇയാൾ കേട്ട് ഉസ്താദ മുക്കുറുക്ക ഓതികമയ്യാവാന്ന്. അയാൾ പറഞ്ഞാൽ മുക്കുറുക്ക ഓതിക മുക്കുറിക്കാൻ്റെ പ്രോബ്ലം സോൾവ് ആവും, നിന്റെ പ്രോബ്ലം സോൾവ് ആവും, നീ ഓതണോന്ന് ഒക്ക. അപ്പോൾ അയാൾക്കൊരു ബേജാറ്. അപ്പോൾ ഉസ്താദ് കേട്ടുള്ളൂ എൻ്റെ കഷ്ടമാന്ന് സുബഹിക്ക് എനിക്ക് എത്ര നാൾ ഉസ്താദ്? 41 നാളാ. പിന്നെന്താ അഡ്ജസ്റ്റ് ആക്കിയിട്ട് എനിക്ക് അവർ 41 നാളല്ലേ എന്ന്. എങ്ങനെ ഇനി മുന്നേ എണിച്ചിട്ടില്ല, 41 നാൾ പുട്ടിങ് പിന്നെ എനിക്കൊക്കില്ല, ഇപ്പം പിന്നെ എന്താക്കരുത്, വേറെ എന്തോ ആക്കുകയാവില്ലല്ലേ, അഡ്ജസ്റ്റ് ആക്കിയിട്ട് എനിക്കോ പിന്നെ എന്താക്കരുത് എന്ന് ഇയാൾ കേൾക്കുന്നത്. അപ്പോൾ ഈ പൊട്ട ചെല്ലണ്ട, ആ ഉസ്താദ് പ്രോബ്ലം ഇല്ല, സുബൈ നിസ്കരിക്കാനുള്ളതല്ലേ, കാരണം സുബൈക്ക് എണിക്കുന്നില്ല, അതിന് ഇയാൾ അഡ്ജസ്റ്റ് ആക്കിയിട്ട് എണിക്കുന്നത് 41 നാൾ നിസ്കരിക്കല. ഇസ്മു ജാവ് 12 മണിയോളം റെഡി, തകിട് ഉറുക്കും എല്ലാത്തിനും റെഡി. ഇപ്പം വേറെല്ല ബിസിനസ് എല്ലാം എന്തില്ല, എല്ലാം ആർക്കും എന്തില്ല. ഇപ്പം കാലിയുള്ള ഇതന്നെ തകിട് ഇസ്മു ഉറുക്കും, ഇത് നല്ല പണിയാ, നല്ല കച്ചവടം. ഞാനൊരു സഹോദരനെ അയച്ചു തന്നെ എനിക്ക് മെസ്സേജ്, 1000 രൂപ കൊടുത്തിനല്ല ഉറുക്കുല് ഇതിനെ കണ്ണട നാടു ഡം ഡം അടിം ഡിമാന്ന് 1000 രൂപ കൊടുത്ത് ഉറുക്കുല്. പിന്നെ എന്തിൻ്റെ ഇതിനെ മടത്തി അങ്ങോട്ട് പൈ കച്ചവടാക്കിയിട്ട് എന്ത് കച്ചവടം ഇല്ല. ഇപ്പോൾ ഒരു പിടിക്കുന്നല്ല മറ്റോ കക്ഷിയോ പാതിയിൽ പയ്യനെ ലാസ്റ്റ് ഓൻ കമ്മീസ് ഇട്ടിട്ട് ടൊപ്പി വെച്ചിട്ട് പച്ച ഷാളിട്ടിട്ട് ഇസ്മാക്കാൻ ഘട്ടത്തേക്ക് പോയിന്. എൻ്റെ ഫോട്ടോ വന്നിന് പൈ കച്ചവടാക്കിയിട്ട് ലോസായിട്ട് ഇസ്മാക്കാൻ ഘട്ടത്തേക്ക് പോയിന്. വേറെ എന്താക്കുന്നത്, വേറെ ചെയ്യിക്കാൻ വേറെ ബയ്യൊന്നുമില്ല. ഇസ്മു നിങ്ങൾക്കൊക്കെ വലിയ പ്രോബ്ലം എന്തില്ല, വന്നാളിലെല്ലാം ചെല്ലണം. എന്നിൻ്റെ നിങ്ങൾക്ക് എപ്പോൾ നോക്കി ഇങ്ങോ പ്രോബ്ലം തപ്പില്ല, നിങ്ങൾ ഔത്തൂന്നു. എല്ലാവരും ഔത്തിങ്ങനെ അതിന് കണക്കെന്ന് വെക്കണ്ട, ആരൗത്തും പ്രോബ്ലം തപ്പില്ല. നിങ്ങൾ എപ്പോൾ നോക്കി ഇങ്ങോ മനസ്സ് ഒരു സമാധാനം ഇല്ല എന്ന്. ആർക്കും ഇപ്പോൾ സമാധാനം ഉള്ള, ആർക്കെങ്കിലും ഉണ്ടാ സമാധാനം ഉണ്ടാ, ആർക്കെങ്കിലും ഉണ്ടാ സമാധാനം? പിന്നെ നിങ്ങൾ യജമാനത്തി തെല്ല് ജോറ് തെല്ല് അട്ട അല്ലേന്ന്. എല്ലാ യജമാനത്തിയും അട്ട തന്നെ, ആരെ യജമാനത്തി അട്ട അല്ലാത്ത തെല്ലല്ല തെല്ല് കുറച്ച് യാറന്നെ ഉണ്ടു. നിങ്ങളെ മാപ്പിളേക്ക് തെല്ല അർസ വേണ്ട തെല്ല് യാറല്ലേ എന്ന്. ഒക്കുസ്തത് ഒക്കു നേരായിട്ടൊക്കു അർസ മൂക്കര കൂടിയില്ലെന്ന്. അത് നിങ്ങളെ മാപ്പിളക്കല്ല, ദുനിയാവിൽ എല്ലാ മാപ്പിളക്കും ഇതേ അർസ എല്ലാവർക്കും.
ഇങ്ങനെ ഇത് പറഞ്ഞിട്ട് ഇസ്മാക്കുന്നു, എഴുതിയിട്ട് കൊടുക്കുന്നു, എന്തെന്നില്ല. ന്യൂസ് പേപ്പറിൽ ഇതിനെ ഗം ടേപ്പ് ഇട്ട് കൊടുക്കുന്നു, ഇതൊരു ഓപ്പൺ ആക്കിയെങ്കിൽ പ്രോബ്ലം ആവും. എന്ത് പ്രോബ്ലം? എൻ്റെ അടുത്ത് വന്നിട്ട് ഉപ്പലത്തെ വരുത്ത ഓൻ്റെ ഉറുക്കുണ്ട്, പൊട്ടിച്ച് നോക്കി, ഗം ടേപ്പ് എടുത്ത് നോക്കുമ്പോൾ ഒരു പേപ്പർ എടുത്ത് അതിനപ്പുറം വെച്ച് വേറൊരു പേപ്പർ. അവൻ ചെല്ലു ഉസ്താദ് ചൊന്നൂറ് ഇതിൽ ഉടച്ചെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് പ്രോബ്ലമോ? ഞാൻ ചെല്ലി ഞങ്ങൾക്കല്ല പ്രോബ്ലം, ഞാൻ ഉടക്കുന്നിട്ട് ഉടച്ച് തീർന്നു. ലാസ്റ്റ് എന്തുമില്ല, കാലി കടലാസ്, ഒരു പച്ച കടലാസ്, മഞ്ഞ കടലാസ്, കുറേ ഗം ടേപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഓയിനെ പർസിനുള്ളിൽ 2 വർഷം 4 വർഷം ഇതിനെ മുത്തിക്കൊണ്ട് പോകുന്നത് ഗൾഫിലേക്ക്. പിന്നെ ഉടക്ക് വിസ വരുന്നത്, ഉള്ള വിസ തന്നെ ക്യാൻസലാവും ഇതിനെല്ലാം കൊണ്ടുപോയെങ്കിൽ. അല്ലാഹു ബർക്കത്താകട്ടെ. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള നിസ്കാരം, ആണും പെണ്ണും നിസ്കരിക്കാത്ത വശത്തിൽ അവർക്ക് ജീവിതത്തിൽ ബറക്കത്തില്ല. കൃത്യമായി നോമ്പെടുക്കുന്ന ആളുകളില്ലയോ ഉമ്മമാർ, സഹോദരന്മാർ, നോമ്പ് കള്ളന്മാരാകരുത്. ചില നോമ്പ് തുറക്കാൻ വരുന്നവരുണ്ട്, വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ട് നോമ്പ് തുറക്കാൻ പള്ളിയിൽ വരുന്ന കള്ളന്മാരുണ്ട്. ഉമ്മമാർ നോമ്പ് കളായത് കലാ വീട്ടാതെ മുദ്ദു കൊടുത്ത് ശരിയാക്കുന്നവരുണ്ട്. നോമ്പ് കലാ വീട്ടിയിട്ട് കൊല്ലം കഴിഞ്ഞാലാണ് മുദ്ദു കൊടുക്കേണ്ടത്. കൃത്യമായി നോമ്പെടുക്കുന്ന പെണ്ണ് ഹറാമുകളിൽ നിന്ന് അവള് വിട്ടുനിന്നു, വ്യഭിചാരത്തിൽ നിന്ന് വിട്ടുനിന്നു. ഭർത്താവിനെ അനുസരിക്കുന്നവളായാൽ അവളോട് പറയപ്പെടുന്നു നീ സ്വർഗത്തിൽ കടന്നോ എന്ന് അവളോട് പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോ, ഉമ്മമാരെ, ഭർത്താവിനോടുള്ള കടമലാ തുഅദ്ദിൽ മറാ ഹഖ്ഖ റബ്ബിഹാ, അല്ലാഹുവിനുള്ള ബാധ്യത വീട്ടുന്നവളല്ല അവള്. ഭർത്താവിനോടുള്ള ബാധ്യത വീട്ടാത്ത ഒരു പെണ്ണും ഭർത്താവിനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു ഭാര്യയും അല്ലാഹ്ക്ക് അവളെ ഇഷ്ടമല്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതുകൊണ്ട് മുത്തു മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, അക്സറു അഹ്ലിന്നാരി അന്നിസാ, പെണ്ണുങ്ങളാണ് കൂടുതലും നരകത്തിലുള്ളത്. കാരണോ ബികുഫ്രിഹിന്ന, അവരുടെ നന്ദി കേടാണതിന് കാരണോ, അവരുടെ ധിക്കാരമാണതിന് കാരണോ. ഉമ്മമാരെ, ഭർത്താവിൻ്റെ പൊരുത്തമാണ് അള്ളാന്റെ പൊരുത്തോ. നിന്റെ ഉമ്മക്കല്ല നീ വില കൊടുക്കേണ്ടത്, നിന്റെ ഉപ്പക്കല്ല വില കൊടുക്കേണ്ടത്. അയ്യുമംറാത്തിൻ മാതത് വസൗജുഹാ അൻഹാറാ ദഖലത്തിൽ ജന്ന, ഭർത്താവിൻ്റെ ഇഷ്ടത്തോടെ മരിച്ച പെണ്ണ് അവള് സ്വർഗക്കാരിയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഭർത്താവിൻ്റെ പൊരുത്തമില്ലാതെ ഒരു പെണ്ണിനും സ്വർഗമില്ല. അല്ലാഹു റഹ്മത്ത് ചെയ്യുന്നവളല്ല. എത്ര വലിയ ഇബാദത്തുകാരിയാണോ, അല്ലാഹു അവളെ സ്വീകരിക്കുന്നില്ല. നല്ല ഭാര്യ ആരാണ്? ഇദാ നളർത ഇലൈഹാ, നിന്റെ ഭാര്യയിലേക്ക് നീ നോക്കിയാൽ സർറത്ക, നിന്നെ അവൾ സന്തോഷിപ്പിക്കുന്നവളാണ്. വൈഫിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയ ഭർത്താവിന് സന്തോഷമുണ്ടോ, അവളാണ് നല്ല ഭാര്യ. ഭർത്താവ് നോക്കുമ്പോൾ ഭർത്താവിന് മനസ്സിന് സമാധാനാകണം. ഭാര്യനെ കാണുമ്പോൾ ഭർത്താവിനിക്ക് മനസ്സിൽ റാഹത്ത്, ഉള്ള ബേജാറ് പോയി, ഉള്ള സങ്കടം പോയി, ടെൻഷന് പോയി. അങ്ങനെ സന്തോഷം നൽകുന്ന പെണ്ണാരോ അവളാണ് ഏറ്റവും നല്ല ഭാര്യ. ഒരുങ്ങേണ്ടത് ഭർത്താവിന് വേണ്ടിയാണ് പെണ്ണ്. ഒരുങ്ങേണ്ടത് വസ്ത്രമണിയേണ്ടത് ഭർത്താവിനാണ്. ഭർത്താവിന് ഭാര്യനെ കണ്ടപ്പോ മറ്റുള്ളവരെ നോക്കാൻ തോന്നരുത്, മറ്റുള്ളവരെ ആശിക്കാൻ തോന്നരുത്. എപ്പോഴും വർണ്ണവർണ്ണങ്ങളായി മിന്നിമറിയേണ്ടത് ഭർത്താവിൻ്റെ മുന്നിലാണ്. എപ്പോഴും മാറി മാറി വസ്ത്രമണിയേണ്ടത് ഭർത്താവിൻ്റെ മുന്നിലാണ്. പെണ്ണുങ്ങൾ ഒരുങ്ങുന്നത് എവിടെക്കെങ്കിലും പോകുമ്പോൾ എന്തൊരുക്കമാണ്. കൈക്കോട്ടും പിക്കാസും കമ്പാസും കൊടന്ന് വെച്ചിട്ട് ഒരു ജാതി ഫൈൻഡ് അടിച്ചിട്ട് മിഞ്ഞാന്നൊരാൾ
മെസ്സേജ് അയച്ചത് കണ്ടു. സ്റ്റോറിൻ്റെ അരി പോലെ കയ്യെങ്കിലും പോകുന്ന കാണാം വെളുത്ത് വെളുത്തിട്ട് അല്ലേ. അതുപോലെ ഉമ്മമാരെ ഒരുങ്ങണമാർക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നവളാണ്, നല്ല ഭാര്യവളാണ്. ഭർത്താവിനിക്ക് ഹസ്ബൻഡ് ഭാര്യ വൈഫിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ മനസ്സിന് എന്തെന്നില്ലാത്ത റാഹത്ത്, അങ്ങനെ റാഹത്ത് ഉണ്ടാകുന്ന പോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കണം. ഒരു പഞ്ചാധികയാക്കി, പഞ്ചാധിക എന്നല്ല ചെന്നേടെ, പഞ്ചാധികാക്കി ലാസ്റ്റ് ഒരു പുതിയ ആപ്പിള ചൊല്ലിയത്, ഉസ്താദ് വേറൊന്നും പ്രോബ്ലം എന്തുമില്ല, ലാസ്റ്റ് ഉസ്താദ് ചൊല്ലിയല്ലേ ഒത്തല്ല, സമ്മതമായില്ല, പ്രശ്നമല്ല, തീർന്ന്. ഉസ്താദ് ഒന്ന് ചൊല്ലണു, ഡെയിലി ഓള് കുളിക്കണു, കുളിച്ചങ്ങ മയ്യാവല്ല, ആ നൈറ്റി എപ്പോഴും മാറ്റണം. ഉസ്താദ് വെല്യാസെ വെല്യാസെ നൈറ്റി മാത്രം ഉസ്താദ് ഇട്ട നൈറ്റി എല്ലാ ഇല്ലെന്നെ അല്ലേ. ആ നൈറ്റി എല്ലാത്തിനും, മക്കളെ മൂക്ക് ചീന്താനും അതേ നൈറ്റി അല്ലേ, മൂക്ക് എടുക്കുന്ന ഉസ്താദിന് പ്ലേറ്റ് തുടക്കുന്ന അതേ നൈറ്റിയിൽ തങ്ങ വന്നെങ്ങ്, പിന്നെ അല്ലേ ഉടകനം തിരിക്കല അല്ലേ, അതേ നൈറ്റി അതിനെണ്ണ പിടിച്ച് ഉദ്ദാക്കിയിട്ട്, പിന്നെ അടുപ്പ് വരെ നീനെടുക്കുന്ന പാത്രം എടുക്കുന്ന അങ്ങനെ എന്ത് കിട്ടില്ല ഈനെണ്ണ പൊന്തിച്ചിട്ട് അതിലെന്നെ എടുത്ത്. അപ്പോൾ ചില പെണ്ണുങ്ങൾക്ക് ഒരു ഡൗട്ടും, ഞങ്ങൾ സാളിലെടുക്കലല്ലേ, നീ എപ്പോഴും സാളിരിക്കുന്ന അല്ലേ, ഒത്തിരി എപ്പോൾ സാളിക്കുന്നില്ല, സാളുള്ളവർ സാളിലെടുക്കുന്നു, അല്ലെങ്കിൽ നൈറ്റി ഇവനെന്താക്കുന്നേ എല്ലാത്തും ഇത് ഭയങ്കര ഇതൊരു അത്ഭുതത്തിൻ്റെ സാധനം നൈറ്റി. ഇതുള്ളതിനുണ്ട് സലാമത്തായി പെണ്ണിങ്ങ അല്ലേ, ഇല്ലങ്ങ് പണി എത്ര ഉണ്ടു. ഉസ്താദ് ആ നൈറ്റ് ഡെയിലി മാത്രം ചൊല്ലണം, വേറെന്ത് പ്രോബ്ലം ഇല്ല, അങ്ങനെ അങ്ങ് തൊന്തരില്ല ആവും. പഞ്ചാധികാക്കി ഗലാട്ടാക്കിയിട്ട് പ്രശ്നമെല്ലാക്കിയിട്ട് അങ്ങനെയാണ്, അങ്ങനെ ആവാൻ പാടില്ല. പുത്തൂർ പരിസരത്തൊരു പ്രശ്നം, ഭയങ്കര പ്രശ്നം. ഓൻ തലാക്ക് ചെന്ന ലാസ്റ്റ് ഓനെ ഇഷ്ടന്നല്ല, ലാസ്റ്റ് പഞ്ചാധികളുടെ അടുത്ത് പുതിയാപ്പിളിൻ്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, നമ്മളൊരു സുഹൃത്തൊരാൾ, എന്ത് പ്രോബ്ലം, എന്ത് ഉളപ്പോൾ അങ്ങനെ അതെല്ലാം പറഞ്ഞ്, അങ്ങനെ അയ്മാനടുത്തേക്ക് വിളിച്ചു, പുതിയ എണ്ണനെ വിളിച്ചു കൊടുത്ത്, ചെല്ലിതാ നീ ഒരു സൊറാക്കണോ, ഇപ്പം നിങ്ങൾ ഒത്തു വേറെ ആരുമില്ല, നീ തെൽ പൂളായ ഡ്രസ്സെല്ലാം ഇടണം, ശരി ഡ്രസ്സ്, ചന്തത്തെ ഡ്രസ്സ്, അവിടെ ഇവിടെ എല്ലാം സെറ്റപ്പുള്ള ഡ്രസ്സ്, ഇതെല്ലാം കട്ടുള്ളതെല്ലാം ഇടണമെന്നെല്ലാം എല്ലാം പറഞ്ഞു കൊടുത്ത് റാഹത്താക്കിയിട്ട് ഒരു മാസം നോക്കി ആയില്ലെങ്കിൽ പിന്നെ തലാക്കാക്കാന്ന് പറഞ്ഞിട്ട് വന്ന്, ഇവൾക്കിത് കറക്റ്റ് അറിഞ്ഞ് ഈ മനുഷ്യൻ്റെ മനസ്സിൽ ഇയാൾക്ക് എന്ത് വേണ്ടി എന്നുള്ളത് ഇവൾ അർത്ഥമാക്കിയിട്ട് ഇവൾ അതുപോലത്തെ ഡ്രസ്സാ വേറെ പുതിയ ഡ്രസ്സെല്ലാം ഇടാൻ തുടങ്ങി. പിന്നെ റാഹത്ത്. അപ്പോൾ അയാൾ പറയുന്നതല്ല മുന്നത്തെ പിന്നെ അയാൾ അല്ല ഇത് ഓൾ എന്ത് ചേഞ്ചസ് ആയിരുന്നേന്ന്, ഓനക്ക് എന്ത് വേണ്ടിയേ നല്ല ഡ്രസ്സ് ഇട്ട് കാണുന്ന പെണ്ണിങ്ങ കാറിൽ പോകുമ്പോൾ നിങ്ങൾ എന്തിരേ അവളെ നോക്കൂരേ, അവളെ നോക്കാണ്ട് പിന്നെ എന്താക്കരുത്, നീ എപ്പോൾ നോക്കിയോ കരിമെത്തിയിട്ട് മുറുക്കണ അല്ലേ, ഇങ്ങനെ നാറിക്കൊണ്ടൊക്കെ പിന്നെ എന്താക്കുന്നത്, വേറെ ആളെ നോക്കുന്ന അത്ര. ആ നോക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയത് നിങ്ങളാണ്. നിങ്ങളാകുന്ന ഭാര്യയിലേക്ക് ഭർത്താവ് നോക്കുമ്പോൾ ഭർത്താവിന് സന്തോഷം ഉണ്ടാകണോ. വൈകുന്നേരം ഭർത്താവ് വരുമ്പോൾ നല്ല ഡ്രസ്സിട്ട്, മെരിച്ച കണ്ണോക്കിന് പോകുമ്പോൾ പെണ്ണുങ്ങൾ ഒരുങ്ങുന്ന കണ്ട, മെരിച്ച മയ്യത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഉറുക്കിട്ട് അതിട്ട് ഇതിട്ട് അതിൻ്റെ വള്ളിയെല്ലാം കെട്ടി പൗഡർ ഇട്ട് ഇതിട്ട് ബാഗ് ഇട്ടിട്ട്, എന്നിട്ട് ഈ ബാഗിൽ ഒന്ന് ചക്കാക്കണം, നിങ്ങൾ ബാഗിൽ എന്തില്ല 4 പാമ്പേഴ്സും ചിലപ്പോൾ അതിൽ യൂസ് ആക്കിയതും ഇരിക്കും, ചില കൈത്തുണി, പഴയ ടെക്സ്റ്റ് ബുക്ക്, പഴയ പേപ്പർ ഈനെല്ലാം ഇട്ടുകൊണ്ട് പോന്നെ. ഇത് വലിയ കാര്യം. മക്കളെല്ലാം അളക്കിട്ട് വരുന്നത് ഡ്രസ് സിറ്റി സെൻറ്ററിലൊക്കെ നമുക്ക് കിട്ടുന്നു. അസറാകുമ്പോൾ 4 മക്ക അവിടെ ഉണ്ട്, വാട്സപ്പിൽ വരുന്നത് 2 മക്ക അവിടെ ഉണ്ട്, അവിടെ ഡ്രസ്സിൻ്റെ വീടിലുണ്ട്, ഇവിടെ ഉണ്ട്. മക്കളളക്കുന്നു പെണ്ണുങ്ങ, ബാഗാ ജീമ പോയെങ്കിൽ ഈ ബാഗിന് അളക്കുന്നില്ല, മക്കളെല്ലാം അളക്കിട്ട് വരുന്നു. ഏതുമാകട്ടെ നല്ല സെറ്റപ്പിലായിട്ട് ഭാര്യമാർ നിൽക്കേണ്ടത്. ഇതാ നളർത്തയിലേഹാ, നീ നിന്റെ ഭാര്യയിലേക്ക് നോക്കിയാൽ ഭാര്യ സന്തോഷിപ്പിക്കുന്നവളാണോ, അവളാണ് നല്ല ഭാര്യ. വൈദാ മർത്തഹാ, നീ അവളോട് കൽപ്പിച്ചാൽ താഴ്ചക, അവൾ നിന്നെ അനുസരിക്കുന്നവളാണ്, ഭർത്താവ് പറഞ്ഞത് കേൾക്കുന്നവളാണ് നല്ല ഭാര്യ. ഭർത്താവ് പറഞ്ഞിട്ട് നീ ഉമ്മയുടെ ഒത്തേക്ക് പോകണ്ട, അന്ന് പോവാത്തവളാണ്. എൻ്റെ ഉമ്മാൻ്റെ ഒത്തേക്ക് ഞാൻ പോകും എന്ന് പറയുന്നവളല്ല, പറഞ്ഞതനുസരിക്കുന്നവളാണ്. ഏതുവരെ വിളിക്കുത്തരം ചെയ്യണോ, ഞാൻ ജോലിയിലാന്ന് പറയരുത്, ഞാൻ പണിയിലാന്ന് പറയരുത്. ഭർത്താവ് വിളിച്ചൊന്ന് ഇങ്ങോട്ട് വാ, ബെഡ്റൂമിൽ കടന്ന് വിളിച്ചു പോയാൽ എന്തിനാണെന്ന് വെച്ചോ, നിങ്ങൾ എന്താ കണ്ണ് പൊട്ടിരാന്നൊക്കെ പാത്രകൾക്കില്ലേ, നക്ക് ഡ്രസ്സ്
കഴുകില്ലേ എന്ന് നീ ചോദിച്ചാ, ഡ്രസ്സ് കഴുകാനില്ലാത്ത പെണ്ണുണ്ടാകും, പാത്രം കഴുകാനില്ലാത്ത പെണ്ണുണ്ടാകോ? അവൾക്ക് വിളിച്ച് നല്ല സ്വകാര്യം പറഞ്ഞിട്ട് റോട്ടിന്റെ പക്കത്തിരുന്നിട്ട് ചില ആണുങ്ങളെ കാണുന്നില്ലേ ജാവൂക്കു, ചില ആള് കാണുന്ന ഫോൺ എടുത്തിട്ട് ഉത്തരവുൽക്കത്തെ ഫർത്തോടിയിട്ട് കമ്പൗണ്ടർ സൈഡിൽ വരഞ്ഞോണ്ട് പോകുന്നത് എന്ത്? ഇത് ബ്ലാക്ക് ഫോണാണ്. അതിൽ ചിലപ്പോ പേര് എഴുതിയിട്ടുണ്ടാകും SF എന്നോ MT എന്നോ KS എന്നോ എന്നൊക്കെ കണ്ടാ മനസ്സിലാക്കാം ഇത് പല ജാതി സീക്രട്ടുകളാണ്. ഇല്ലെങ്കിൽ ഫ്രണ്ട് ഹബീബ് എന്ന് കാണോ, ഇത് ഹബീബും അല്ല ഫ്രണ്ടും അല്ല, ഇത് മൂന്നിലൊരുവനാണ്. അതുകൊണ്ട് ഉമ്മമാരെ, സ്നേഹം കൊടുക്കാതെ പോയാൽ, വൃത്തി കൊടുക്കാതെ പോയാൽ, അനുസരണം ഇല്ലാതെ പോയാൽ, ഉമ്മമാരോടൊന്ന് പറയുന്നു, സഹോദരിമാരോടൊന്ന് പറയുന്നു, ഭർത്താക്കന്മാര് പറയുമ്പോൾ സമ്മതിച്ചാൽ മതി, ചെയ്തില്ലെങ്കിലും പ്രശ്നമല്ല, ആവലാന്ന് പറയണ്ട, ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അവിടെ വെക്കുക. കുറച്ച് മോൻക്കത് മറന്നു പോകും, അല്ലെങ്കിൽ അവനക്കത്ര നിർബന്ധമില്ല. പക്ഷെ എന്ത് പറയരുത്, നക്കത് തീരാന്ന് പറയാൻ പാടില്ല, എന്നെ കൊണ്ടതാകില്ല എന്ന് പറയാൻ പാടില്ല. എതിര് പറയുകൾ എന്ന് അള്ളാഹുള്ള ധിക്കാരം പോലെയാണ് ഒരു പെണ്ണ് ഭർത്താവിനോടുള്ള ധിക്കാരത്തിന്റെ വാക്ക് പറയൽ. അതുകൊണ്ട് കൂടുതൽ പരത്തി പറയുന്നില്ല. ഏറ്റവും അനുസരണയുള്ളവളായിട്ട് അവൻ വീട്ടിൽ നിന്ന് പോയാൽ അവന്റെ വീട് സൂക്ഷിക്കുന്നവളാണ്, മക്കളെ സൂക്ഷിക്കുന്നവനാണ്, സമ്പത്ത് സൂക്ഷിക്കുന്നവനാണ്. അവനോടുള്ള സ്നേഹം അവൻ ഗൾഫിലാന്ന് കരുതിയിട്ട് അപ്പുറത്തെ വീട്ടുകാരന്റെ കൂടെ പോകുന്നവരല്ല, ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കൂടെ പോകുന്നവനല്ല. അങ്ങനെയുണ്ട് ചില ആളുകൾ. ഓട്ടോറിക്ഷക്കാരൻ എപ്പോൾ വീട്ടിൽ വന്നാലും ആരും തെറ്റിദ്ധരിക്കൂല, കാരണം ഓട്ടോറിക്ഷക്കാരനല്ലേ. എന്നോടൊരു ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു, ഉസ്താദേ രാത്രി 12 മണിയാകുമ്പോ ചില പെണ്ണുങ്ങളുടെ മിസ് കോള് നല്ല രൂപത്തിൽ ഹലോ നാക്കിയ അപ്പുറത്ത് നല്ല 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 വിഷയമാണ്, ഇത്ര വേണമെങ്കിലും സംസാരിക്കൂ. എൻ്റെ ആര് വിളിച്ച ഫാതിരാക്ക് എന്ന് ചോദിച്ചാൽ പറയും അത് തെറ്റിയിട്ട് വന്നത്, മക്ക ഒത്തിയത് കിടാവ് ഒത്തിയത് റോങ് നമ്പർ എന്ന് പറഞ്ഞിട്ട് കട്ടാക്കുകയാണ്. എന്തൊരു മുസീബത്താണ്. മിഞ്ഞാന്ന് വയലും കഴിഞ്ഞിട്ട് രാത്രി പാതിരാ നേരത്ത് പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ മൊബൈൽ, ചെറുപ്പക്കാരനെ കിട്ടി അവൻ്റെ മൊബൈൽ ഫോണിലേക്ക് റിങ്ങടിച്ചു. മണി 12:30 മണി. ഒരാൾ ആ ഫോൺ അറ്റൻഡ് ചെയ്തപ്പോ ഒരു പെൺകുട്ടിയാണ്. നക്കണിക്കൽ സംസാരിക്കുന്ന പെണ്ണിനോട് സംസാരിച്ചയാൾ ചോദിച്ചു, നിക്ക് പാതിരാജാവുക എന്ത് ഉറങ്ങുകില്ലേ? അവൾ ചോദിക്കുന്നു, നിക്കെന്ത് അധിക പ്രസംഗ, നീ ഫോൺ അവണ്ടിട്ട് കൊടു, നിക്കെന്ത് അധിക പ്രസംഗ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞാൻ അനുഭവിച്ച അനുഭവമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എൻ്റെ കൺമുന്നിൽ നടന്ന സംഭവമാണ്. നട്ടപ്പാതിരാ രാത്രി 12:30 മണി കഴിഞ്ഞ് ഉപ്പക്കറിയില്ല ഉമ്മക്കറിയില്ല, ഈ ഒരു മോശങ്ങളിലാകരുത്. ഉമ്മമാരെ, നമ്മുടെ ഭർത്താക്കന്മാരെ ഇട്ടെറിഞ്ഞ് ഓടിപ്പോവുകയല്ല. അമുസ്ലിമായ സഹോദരന്റെ കൂടെ പിഞ്ചു പൈതല്ലയും ഇട്ടെറിഞ്ഞു പോയി. എന്ത് ചെയ്യാനാണ് ഉമ്മമാരെ? നിങ്ങൾ എന്തുദ്ദേശിച്ചിട്ടാണോ ഇറങ്ങിപ്പോകുന്നത്? അള്ളാഹു നിങ്ങളെ വെറിഞ്ഞ് കളയുകയാണ്, അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുകയാണ്. ഭർത്താവിൻ്റെ സമ്മതം ഇല്ലാതെ നിങ്ങൾക്ക് യാതൊന്നും അനുവദനീയമല്ല. അതുകൊണ്ട് നല്ലവരായ ഭാര്യമാർ നിങ്ങളാകണം ഉമ്മമാരെ. അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹ് നിങ്ങളോട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, അസ്മാഉ ബിൻത് യസീദ് തങ്ങൾ അവർ വന്നിട്ട് റളിയല്ലാഹു അൻഹാ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഇന്നല്ലാഹ ബഅസക ഇലൽ റിജാലി വന്നിസാ. നിങ്ങൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നബിയല്ലയോ റസൂലേ? ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നബിയല്ലയോ റസൂലേ? പിന്നെന്തുകൊണ്ടാണ് നബിയേ നഹ്നു മാശറൻ നിസാ, ഞങ്ങൾ പെണ്ണുങ്ങളാണ് നബിയേ, പെണ്ണുങ്ങളാണ്. ഞങ്ങൾ ഒരുപാട് വീഴ്ച, ഒരുപാട് കുറവുകളുള്ളവരാണ് നബിയേ. ഷഹവാത്തിർ, ആണുങ്ങളുടെ വികാരം തീർക്കാനുള്ളവരാണ് നബിയേ. വഹാമിലാത്തു ഔലാദിഹിം, അവരുടെ മക്കളെ ചുമക്കേണ്ടവരാണ് നബിയേ. വഇന്നർ റിജാല
ഫുള്ളിലോ ബിൽ ജമാഅത്ത്. ആണുങ്ങൾക്ക് ജമാഅത്തുണ്ട്, പള്ളിയിൽ പോകാനുണ്ട്. ഉമ്മമാർ ഒന്ന് മനസ്സിലാക്കണം, പെണ്ണുങ്ങൾക്കന്ന് പള്ളിയിൽ പോകാനില്ല. ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന. വീട്ടിലെയാണ് പെണ്ണുങ്ങൾ നിസ്കരിക്കേണ്ടത്. പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ പള്ളിയിൽ പോകേണ്ടവരല്ല. ആദ്യകാലത്ത് പോയിട്ടുണ്ട്, ബദായുസനായിലൊക്കെ കാണാം. ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് പോയിട്ടുണ്ട്. വഖർന ഫീ ബുയൂതികുൻ ആയത്തറ ഹിജാബിൻ്റെ ആയത്തിറങ്ങിയിട മുതൽ പിന്നെ ആരും പള്ളിയിൽ പോയിട്ടില്ല. അതുകൊണ്ട് ഉമ്മമാർ റസൂലുള്ളാഹോട് ചോദിക്കുകയാണ്, നബിയേ വഇന്ന റിജാല ഫുള്ളിലു ബിൽ ജമാഅത്ത്. ആണുങ്ങൾക്ക് ഒരുപാട് ജമാഅത്തുണ്ട്. വൽ ജിഹാദ്, ആണുങ്ങൾക്ക് യുദ്ധത്തിന് പോകാനുണ്ട്. ആണുങ്ങൾക്ക് സോഷ്യൽ വർക്കുണ്ട്. യുദ്ധം മഹാന്മാർ പറഞ്ഞു, യുദ്ധം എന്ന് പറഞ്ഞാൽ വെറും യുദ്ധമല്ല. ആണുങ്ങൾക്ക് സോഷ്യൽ വർക്കുണ്ട്. ഒരുപാട് സംഘസംസ്ഥകളുണ്ട്, പള്ളി കമ്മിറ്റികളുണ്ട്, ഒരുപാടുണ്ട്. പെണ്ണുങ്ങൾക്കതില്ല. ചില നാടുകളിലൊക്കെ പെണ്ണുങ്ങൾക്കുണ്ട് ചില സംഘങ്ങൾ, സ്വസഹായ സംഘങ്ങൾ. ചില ഉമ്മമാരൊക്കെ അതിൻ്റെ മെമ്പർമാരാണ്. തിന്മകളിലാണ് ഉമ്മ. പലിശക്ക് പണം വാങ്ങിയിട്ട്, വട്ടിക്ക് പണം വാങ്ങിയിട്ട് പെരുന്നാളിന് വസ്ത്രം വാങ്ങുന്നവരുണ്ട്. ധർമ്മസ്ഥല സംഘ, ആ സംഘ, ഈ സംഘ എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരുപാട് സംഘങ്ങൾ. ഉമ്മ ഒരിക്കലും നീ ഖദീജ ഉമ്മാന്റെ കൂടെ സ്വർഗം പ്രതീക്ഷിക്കണ്ട. നീ ഉംറക്ക് പോകണ്ട, നീ വയലിന് പോകണ്ട, യൂസുഫ് സിദ്ദീഖ് തങ്ങളുടെ ആണ്ടിന് നീ പോകണ്ട. കാരണം ഖൈറില്ല, ബറക്കത്തില്ല, സന്തോഷമില്ല. എല്ലാ സംഘങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ ഈ റമളാനോടോട് സകല സംഘങ്ങളോടോ ഉമ്മമാര് രാജി പറയണം. ഉമ്മമാരെ ഭർത്താക്കന്മാരോടൊന്ന് പറയുന്നു, നിങ്ങൾ കൊടുക്കേണ്ട ചെലവ് കൊടുക്കാത്തത് കൊണ്ടാണ് അവർ സംഘങ്ങളുടെ മെമ്പർമാരാകുന്നത്. ചില ഉമ്മമാര് ചോദിക്കും, ഞങ്ങൾ കഷ്ടപർമ്മ കടതറകു നിങ്ങ ഉള്ളാറ ഉസ്താദുള്ള പള്ളിരംഗുണ്ട കമ്മിറ്റി രംഗുണ്ട ഞങ്ങൾ അങ്ങല്ലേ കടതണ്ടേ. ഈ പലിശയുടെ ബഡ്ഡിയുടെ വഴിവാട്ട് അല്ല പൊരുത്തപ്പെടാത്തതാണ് ഉമ്മമാരെ. പോകട്ടെ, ഉമ്മമാര് റസൂലുള്ളാഹിയോട് ചോദിക്കുന്നു, നബിയേ ഞങ്ങൾക്ക് ജമാഅത്തില്ല, ഞങ്ങൾക്ക് യുദ്ധമില്ല. വശുഹൂദിൽ ജനായിസ്, അവര് മയ്യത്തിന്റെ കൂടെ പോകുന്നുണ്ട്, ഞങ്ങൾക്ക് മയ്യത്തിന്റെ കൂടെ പോകാനില്ല. അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് പ്രതിഫലം? ആണുങ്ങളെ പോലെ ഞങ്ങൾക്ക് കൂലി കിട്ടാ. നബിയേ ആണുങ്ങൾക്ക് നിസ്കാരമുണ്ട്, ആണുങ്ങൾക്ക് യുദ്ധമുണ്ട്, ആണുങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. പെണ്ണുങ്ങളായ ഞങ്ങൾക്ക് എങ്ങനെയാണ് സ്വർഗം കിട്ടുക? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഉമ്മമാരെ ഒന്ന് കേൾക്കണേ. റസൂലുള്ളാഹി പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉമ്മമാരെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ ചിരിപ്പിച്ചാൽ, അവരെ കളിപ്പിച്ചാൽ യുദ്ധത്തിന്റെ പ്രതിഫലം, ജമാഅത്തിന്റെ പ്രതിഫലം, സോഷ്യൽ വർക്കിന്റെ പ്രതിഫലം എല്ലാം കിട്ടാൻ നിങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ഭർത്താവില്ലയോ, ആ ഭർത്താവിനെ ചിരിപ്പിക്കലാണ്, കളിപ്പിക്കലാണ്, സന്തോഷിപ്പിക്കൽ കൊണ്ട് കിട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. يعدل كل ما ذكرت للرجال. ആണുങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ എല്ലാ കൂലിയും പെണ്ണുങ്ങൾക്ക് കിട്ടാൻ കഷ്ടമില്ല, ബുദ്ധിമുട്ടില്ല. പിന്നെ ഭർത്താവിനെ സന്തോഷിപ്പിച്ചാൽ അത് കിട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിനെ സന്തോഷിപ്പിക്കുക, ഒരൊറ്റ വിജയമേ ഉള്ളൂ, ഭർത്താവിനെ സന്തോഷിപ്പിക്കുക. അല്ല ഉസ്താദെ, ചൊന്നെങ്കിൽ കേൾക്കാത്ത ഭർത്താവ്, കൃത്യമായിട്ട് ചെലവിന് തരാത്ത ഭർത്താവാണെങ്കിൽ പോലും അവരെ പോലും സന്തോഷിപ്പിക്കൽ നമ്മുടെ കടമയാണ്. അത്രയും ചെലവിന് തരുന്നില്ലെങ്കിൽ അവരെ ഒഴിവാക്കുന്നത് കൊണ്ട് വിരോധമില്ല. ഭർത്താവായിട്ട് വെച്ചാൽ അവരെ ബഹുമാനത്തോടെ കാണണം, നല്ലോണം ബഹുമാനം. എപ്പം വയസ്സ് വരെ ഉമ്മമാരൊന്ന് ശ്രദ്ധിക്കണം. വയസ്സായിട്ട് മരിക്കുന്നത് വരെ പുതിയാപ്പിളായിട്ട് അങ്ങനെ ജീവിക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ ഇടയ്ക്കൊരു വീട്ടിലേക്ക് പോയപ്പോൾ പുരക്കാരനുണ്ട്, ഒരു ജാതി എന്തോ ഒരു ഉഷാറില്ലാത്ത പോലെ ആക്കുന്ന അയാൾ.
ഉള്ളിലേക്ക് പോകുന്നു, പുറത്തേക്ക് പോകുന്നു, ഫോൺ നോക്കുന്നു, ഒരിക്കൽ ഉള്ളിലേക്ക് പോകുന്നു, ഒരിക്കൽ പുറത്തേക്ക് പോകുന്നു, എല്ലാം ആക്കുന്നു. അപ്പോൾ എനിക്ക് വിഷയം കിട്ടി. അയാളെ ഭാര്യ സിയാറത്തിന് പോയിനി. എപ്പോൾ 10 ടൂറ് പോയതൊന്നുമല്ല, സുബൈക്ക് പോയിട്ട് അസർക്ക് വരുന്ന ഇയാൾക്കൊരു സമാധാനം ഇല്ല. ഞാൻ അയാളോട് കേട്ട്, എൻ്റെ നിങ്ങളെ യജമാനത്തി പോയിനാ? ഒക്കുസ്തത് യജമാനത്തി വരലില്ല, എന്തൊരു ശരിയാന്നേ ഇല്ല. എപ്പോൾ പോയിനെ? സുബൈക്ക് പോയിട്ട് മാതിരി ജാവാകുമ്പോൾ എത്തുന്നയിമ മക്കളൊക്കെ പോയിന്നെ സിയാറത്തിന്. ഇയാൾക്കൊരു സമാധാനം ഇല്ല. ഞാൻ ഉള്ളിലിരിക്കുമ്പോൾ ഇയാൾ മെല്ലെ പുറത്തുനിന്ന് ഫോണാക്കിയിട്ട്, നീ ചോറ് വെച്ചാ റായത്തുണ്ടല്ലേ, അങ്ങനെ നിനക്കെല്ലാം ശരിയായിനാ? പോയിട്ട് 4 വരുമ്പോൾ ഒരുത്തി ഇങ്ങെന്തോ ആയിട്ടില്ലേ, സുബൈക്ക് പോയിട്ട് അസർക്ക് വരുന്നു സിയാറത്തിന് പോയിട്ട്. അപ്പോൾ ഞാൻ കേട്ട എന്താ പോയിട്ട് എന്തായി? അല്ല, ഒരു ഹോട്ടലിൽ വെച്ചോണ്ടല്ല, റായത്തിലുണ്ടല്ല. ഇയാൾക്ക് അത്ര ഫിക്കർ. അതാണ്, അങ്ങനെ വേണം എപ്പോഴും. വയസ്സായാലും ബാല്യമുണ്ടെങ്കിലും അങ്ങനെ വേണം. ഇപ്പതല്ല, പെണ്ണുങ്ങളല്ല, ആണുങ്ങൾക്ക് കുറച്ച് വയസ്സായെങ്കിൽ നോക്കാം, നിങ്ങൾ എവിടെയൊക്കെ പോയി പറഞ്ഞു നോക്കാം, മോളിലൊത്ത് പോയി ജന്നാൽ നിണ്ട് പറഞ്ഞു നോക്കാം, പോറ് നോക്കാം, എപ്പോഴും എന്തിനും ഉടമേ അടിഞ്ഞോണ്ട് എന്തിനും എവിടെയെങ്കിലും പോയോ നോക്കാം. പെണ്ണുങ്ങൾക്ക് പിടിഞ്ഞ്. പിന്നെ ഒരാളെപ്പോഴും ളുഹാ നിസ്കരിക്കാൻ വരുന്ന 10 മണിക്ക് പള്ളിക്ക്. ഇവിടുത്തെ ഉസ്താദല്ല പാവ, എന്നെ പോലെ തന്നെ നമ്മൾ കുറച്ച് കൊക്കെ ആള് വേണ്ട. അങ്ങനെ എന്താക്കി, ഞാൻ എപ്പോഴോട് കേൾക്കുന്നത്, എന്താ ചേർ ബേം വരുന്നതെന്ന്. എന്തില്ല ഉസ്താദ്, ളുഹാല നിസ്കരിച്ച് കുറച്ച് കിടന്നിട്ട് റായത്തിൽ പോവൊക്ക വരുന്ന എല്ലാവരുത്ത് മുട്ട തെച്ചിട്ട് ഞാൻ കേട്ടെ. അല്ലാ ജാറ് ഞങ്ങൾക്ക് ബസാങ്ക് ഞങ്ങളെ പെഞ്ഞൈമാർക്ക് മക്കൾക്ക് എന്തും ഞങ്ങൾ വേണ്ടല്ല ജാറ് ഒക്കുസ്താദ്. ആര് അയാൾ പറയുന്നേ, ഈനാരോട് ചെല്ലുന്ന എങ്ങനെ? ഇതിനാരോട് ചെല്ലുക നമ്മളെ മര്യാദ പോകുന്നില്ലേ? ഏടക്കങ്ങ് പോയി ഏടക്ക് പോന്നെ. ഇപ്പം 400 ചില്ലറ ഷുഗറുണ്ട്, ഇപ്പോൾ ഏടക്ക് പോന്നെ. പണ്ട് ചെല്ലെങ്കിൽ ഏടക്കങ്ങ് പോകാൻ, ഇപ്പോൾ ഏടക്ക് പോന്നെ. ഇയാൾ കേൾക്കുന്നത് ഉറങ്ങാനും വളക്കുന്നില്ല, ഇരിക്കാനും വളക്കുന്നില്ല, ഏടക്കങ്ങ് പോയി ഏടക്ക് പോന്നെ അയാൾ കേൾക്കുന്നത്. അങ്ങനെ പള്ളിക്ക് വരുന്നത് 10 മണിയാകുമ്പോൾ ളുഹാ നിസ്കരിക്കാൻ 2 മണിക്ക് പോകുന്ന പള്ളിയിൽ കിടക്കുന്ന റായത്തിൽ കിരികിരി റകളെന്തില്ലല്ലേ. അങ്ങനെ ആകാൻ പാടില്ല. എത്ര വയസ്സുണ്ടെങ്കിലും. വരുന്നൊരു റമദാനെല്ലാം കഴിഞ്ഞ് പള്ളിയിൽ നിന്നപ്പോൾ ഒരാളൊരു വയസ്സിൻ്റെ ഒരാൾ 9 മക്കളുണ്ട് അയാൾക്ക്. അയാൾ വന്നിട്ട് ഒരു ജാതി കരയെന്നല്ലേ ചേർന്നേടെ ബുൾപുട്രോ, ഫുള്ള് ബുൾപുട്രോ. ഇയാൾ ബുൾപുട്ടപ്പോൾ ഞാൻ കേട്ട്, എന്ത് ബേജാറ്, എന്ത് പറയും? അല്ല ഉസ്താദ്, എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര ബേജാറ്. കുറച്ച് മിനിറ്റ് ആഫിയത്തുണ്ട്, ഞാനിപ്പോൾ പോയിട്ട് അവിടെ മംഗലം കൈ കെട്ടി. ഇയാൾക്ക് എത്ര മക്ക? 9 മക്കളുണ്ട്, മക്കളുണ്ട്, മോനി മക്കളുണ്ട്, പുള്ളിയൊക്കെ ചല്ലിയൊക്കെ ഉണ്ട് ഇയാൾക്ക്. ഇയാൾ ചെന്ന് കുറച്ച് ആരോഗ്യം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് മംഗലം കൈ കെട്ടി. എന്ത് വിഷയ? ഇല്ലുസ്താദ്, രാത്രിങ്ങൾ 1 കൊല്ലത്തോളായി ഭാര്യയും ഭർത്താവ് ഞങ്ങളൊക്കെ കിടക്കാതെ. എൻ്റെ ചെറിയ പോരാ സൗകര്യമെല്ലാം കുറവുണ്ട്. അങ്ങനെ നോമ്പെല്ലാം കഴിഞ്ഞിട്ട് പെരുന്നാക്ക് മരുമക്കോറെല്ലാം ടൂർ പോയി, മക്കളെല്ലാം വിളിച്ചോണ്ട് ടൂർ പോയി. ഞാനും ഓളും മാത്രം, ഒരു മോളും ഞാനും എൻ്റെ വൈഫും മാത്രം വരൽ ബാക്കിയായി. ഇയാൾ പറഞ്ഞാൽ പെഞ്ഞായിട്ട് അതാ അവിടെ കിടക്കാം, മോൻ്റെ ബെഡ്റൂം, നല്ലൊരു ബെഡ്റൂം, ബെഡെല്ലാം കിട്ടുമ്പോൾ ഒരു ആശയല്ലേ കിടക്കാന്ന്. പിന്നെന്താക്കുന്നത്, അവിടെ കിടക്കാന്ന്. അപ്പോൾ നിങ്ങൾ കിടക്കുറന്ന് ആ ബണ്ടെന്നല്ലല്ല. ഇയാൾ പറഞ്ഞയാൾ ഇതെല്ലാം ആക്കി നല്ല സ്പ്രേയിൽ ഇട്ടിട്ട് നല്ല 1.5 പുതിയാപ്പിളായിട്ട് കിടന്ന് കാത്ത ഈമ ബണ്ട കാണില്ല, ഈമ വരുന്നേ ഇല്ല. അങ്ങനെ മെല്ലെ പോയിട്ട് ബായിൽ തുറക്കുമ്പോൾ ബായിൽ പുറത്തുനിന്ന് ചിൽക്കിട്ടിനി, പുറത്തുനിന്ന് എങ്ങനെ ഉണ്ടാക്കിയെങ്കിൽ ബായിലെടുക്കാനാന്നില്ല. അങ്ങനെ സുബൈയായിട്ടാകുമ്പോൾ ഈമ സുബൈക്ക് ബായിലെടുത്ത്. അപ്പോൾ ഇയാൾ കേട്ടാൽ എന്ത് വിഷയ എപ്പോഴും നിന്റെ പിള്ളേർ, ഇപ്പം എന്ത് പിള്ളേർ കളി ഈ വയസ്സുകാലത്ത്? ആര്? ഈമ കേൾക്കുന്ന അയാളോട്. അപ്പോൾ ഇയാൾ വന്ന ഉസ്താദ്, എന്തെങ്കിലും ജീവിതത്തിൽ സന്തോഷം ഒന്നിച്ച് അതുപോലും എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇപ്പോൾ കുറച്ചൊരാഫിയത്തുണ്ടെങ്കിൽ ഞാൻ വേറെ കല്യാണം കഴിക്കുമായിരുന്നു. ഉമ്മമാരെ മരിക്കുന്ന ആ സമയം വരെ, കല്യാണം കഴിഞ്ഞ് പിന്നെ മക്കൾ വലുതാകുന്നത് വരെയല്ല, പുള്ളിയൊക്കെയായി ചള്ളിയൊക്കെയായി സ്നേഹത്തിന് കുറവില്ല. അവസാനം മരിക്കുന്ന നേരം വരെ റസൂലുള്ളാഹി തങ്ങളുടെ മടിയിൽ തലവെച്ചുകൊണ്ടാണ് ഖദീജ ഉമ്മ ലോകത്തോട് വിട പറഞ്ഞു പോയത്. റസൂലുള്ള വിട പറയുമ്പോ ആയിഷ ഉമ്മാന്റെ മടിയിൽ തലവെച്ചുകൊണ്ടാണ് റസൂലുള്ള ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. അതാണ് മരിക്കുന്ന സമയം വരെ, മരിക്കുമ്പോഴടക്കം ഭാര്യയുടെ മടിയിൽ തലവെച്ച് കിടന്ന് മരണത്തോട് മല്ലടിക്കാൻ ഭർത്താവിന്റെ മടിയിൽ കിടന്നിട്ട് ലോകത്തോട് വിട പറയാൻ. അങ്ങനെ വിട പറഞ്ഞ ആളുകൾ അവർ പോകുന്നത് സ്വർഗീയ സുഖാഡംബരത്തിലാണ്. ഉമ്മമാര് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. തീർന്നില്ല, പുരുഷന്മാരോടൊന്ന് പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വിഷയമാണ്.
മാ അക്രമൻ നിസാ, ഒരു പെണ്ണിനെയും ബഹുമാനിക്കുന്നില്ല ഇല്ലാ കരീം. മാന്യനല്ലാതെ നല്ലവനിക്കല്ലാതെ അവൻ്റെ ഭാര്യയെ ബഹുമാനിക്കാൻ തോന്നൂല. നമ്മുടെ ഭാര്യമാരെ നമ്മൾ ബഹുമാനിക്കണം. കാരണം നമ്മളുടെ മക്കളുടെ ഉമ്മയാണവർ. ഒരു പെണ്ണിനെയും അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആ അല്ലാഹുവിനെ ബഹുമാനിക്കുന്നവൻ നല്ലവനാണ്. ഒരു പെണ്ണിനെയും അവഹേളിക്കുന്നവൻ, ചീത്ത പറയവൻ, ഉപദ്രവിക്കുന്നയാള്, അവരെ ചെറുതാക്കുന്ന ആളുകൾ, അവരെ കരയിപ്പിക്കുന്ന ആളുകൾ, മോശപ്പെട്ടവർക്കല്ലാതെ അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഭാര്യയെ കരയിപ്പിക്കുന്നവർ, ഭാര്യയെ സങ്കടപ്പെടുത്തുന്നവർ, ഭാര്യയെ ഇടങ്ങേറാക്കുന്ന ആളുകൾ അവൻ നല്ലവനല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ, ഏറ്റവും നല്ലവനാരാണ്? നല്ല സ്വഭാവക്കാരനാണ്. ഉസ്താദല്ല, തങ്ങളല്ല, വലിയവരല്ല, ഏറ്റവും നല്ല പൂർണ്ണ മുഅ്മിന് നല്ല സ്വഭാവക്കാരനാണ്. വഖിയാറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ, ഖിയാറുക്കും ലിനിസാഇഹിം, ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നിങ്ങളുടെ ഭാര്യമാരോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുന്നവരാണ്. ഭാര്യയോട് നല്ല പെരുമാറ്റം. ചില ആളുകളുണ്ട്, പള്ളിയിൽ പ്രശ്നം വന്നതിന് പോയിട്ട് പെഞ്ഞായിയോട്, ഭാര്യയോട്, വൈഫിനോട് തീർക്കുന്നവരുണ്ട്. എന്തെങ്കിലും പ്രശ്നം വന്നതിന് ഭാര്യ അടിക്കുന്നവരുണ്ട്, ഭാര്യനെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്. വെച്ച കടലാസ് കാണാതിരുന്നാൽ, ഡ്രസ്സ് കിട്ടാതിരുന്നാൽ, താക്കോല് കാണാതിരുന്നാൽ, മൊബൈൽ ഫോൺ ചാർജർ കാണാതെ വന്നാൽ, കറിക്ക് ലേശം ഉപ്പ് കൂടിയാൽ, ഉപ്പ് കുറഞ്ഞാൽ, ആഹാരം മോശം, ഈ എല്ലാത്തിനും ഭാര്യമാരടങ്ങേറാക്കുന്നവൻ അവൻ നല്ലവനല്ല, അവൻ സ്വർഗത്തിന്റെ അഹ്ലുകാരനല്ല, അവൻ അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടുന്നവനല്ല. നമ്മുടെ ഭാര്യമാർ നമ്മൾ പറയും, ആ ബ്രോക്കർ ഓണാക്കിയ നല്ല നല്ല പൊതി എത്തരമാ വന്നിന്ത്, അതൊന്നും അല്ല, നമുക്ക് അല്ലാഹു ഖദറാക്കിയതാണ്. ബ്രോക്കറിലൂടെയോ അല്ലാതെയോ അല്ലാഹു തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഭാര്യമാരോട് ഭാര്യമാരോട് ഒരുപാട് ബാധ്യതകൾ ഭർത്താവിനുണ്ട്. ഭർത്താവ് കണ്ടറിഞ്ഞ് പെരുമാറുന്നവനാകണം. ഭാര്യയുടെ ആവശ്യങ്ങൾ ചോദിച്ചറിയണം. ഭാര്യക്ക് ഇഷ്ടമുള്ളത് കൊണ്ടുപോയി കൊടുക്കണം. അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രമേതോ, ഇഷ്ടമുള്ള ഫുഡ് ഏതോ, ഇഷ്ടമുള്ളതേതോ സകലവും കൊണ്ടുപോയി കൊടുക്കണം. അവൾക്ക് ശാരീരിക സുഖം കൊടുക്കണം, അവൾക്ക് മാനസിക സുഖം കൊടുക്കൽ ഭർത്താവിൻ്റെ ബാധ്യതയാണ്. ചില പുരുഷന്മാരുണ്ട്, സ്വന്തം കാര്യം സിന്ദാബാദാക്കിയിട്ട് തിരിഞ്ഞു കിടക്കുന്ന ആളുകൾ. തെല്ലാപ്പറപ്പോ ചൂടുണ്ട്, പേർക്ക് തെല്ലാപ്പറപ്പോ ഇത്ര നേരം ചൂടില്ലാഞ്ഞ് ഓൻ്റെ കാര്യം കഴിയുമ്പോൾ പിന്നെ ചൂട്, പിന്നെ പറപ്പോ, പിന്നെ നക്ക് പയർന്നുമ്പല, പിന്നെ തല തുമ്പല. നിന്റെ കാര്യം പൂർത്തിയായ പിന്നെ അവളെ ദൂരത്താക്കുന്നവളല്ല. ഭാര്യയുടെ കാര്യങ്ങളും ആവശ്യങ്ങളും, മാനസിക ആവശ്യങ്ങളും, ലൈംഗിക ആവശ്യങ്ങളും, ശാരീരിക ആവശ്യങ്ങളും ചോദിച്ചിട്ടറിഞ്ഞിട്ടല്ലാതെ ലൈംഗിക സുഖത്തിൽ നിന്ന് വിരമിക്കുന്ന ഭർത്താവ് അവൻ നല്ല ഭർത്താവല്ല. ഭാര്യയുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി കണ്ടറിയുന്നവനാകണം, ചോദിച്ചറിയുന്നവനാകണോ. ഭാര്യയോടുള്ള കടപ്പാട് നമ്മൾ വിടുന്നവരാകണം. എപ്പോഴും കുറ്റം പറയുന്നവനാകരുത്. ചില ആളുകൾക്കുണ്ട്, ഭാര്യ എന്തുണ്ടാക്കിയാലും കുറ്റം പറയാ, എത്ര നല്ല ഫുഡ് ഉണ്ടാക്കിയാലും ഒരു നല്ല വാക്ക് പറയാത്ത ഭർത്താക്കന്മാർ. പെണ്ണുങ്ങൾക്ക് ഇഷ്ടമതാണ്. പെണ്ണുങ്ങൾക്ക് നിന്റെ കയ്യിൽ പൊന്നില്ല, ഗോൾഡില്ല എന്ന് പറഞ്ഞാൽ ബേജാറില്ല. നിന്റെ ഉപ്പാക്ക് തോട്ടമില്ല എന്ന് പറഞ്ഞാൽ ബേജാറില്ല. പിന്നെ പെണ്ണുങ്ങൾ കഷ്ടപ്പാടോടെ ഉണ്ടാക്കിയ ആഹാരം, ഇതെന്ത് എപ്പോൾ നോക്കി നിന്റെ ഒടുക്കത്തെ താള്, നിന്റെ എപ്പത്തൊരു സാമ്പാർ, എന്ത് ശാവുര സാമ്പാർ, ഇങ്ങനെ ആക്ഷേപിക്കുന്ന ആക്ഷേപം ഒരു ഉമ്മാക്ക് സഹിക്കാവതല്ല. എന്തുണ്ടാക്കി തന്നാലും നമ്മൾ പറയണം, എന്തോ ഒരു സ്വാദ്, എന്തൊരു നല്ല കറി, എന്താ നല്ല റാഹത്ത്, ഇങ്ങനെ പറയുന്നവരാകണം. ഇനിയിപ്പം നാളെ സുബ്ബൈക്ക് തന്നെ പറയണ്ട, ഒരു നാളിനെ പോട്ട്, നാളിനെ പോയിട്ടെന്ന് പറയാം, ഒക്കെ നല്ല നല്ല ഫുഡ് എന്ന് പറയാം.
ചില ആളെപ്പോഴും വിചാരിക്കും എൻ്റെ പിന്നെ ഉണ്ടാക്കി അത് സമാവില്ല എന്ന്. അങ്ങനെ ഒരു പെണ്ണുങ്ങൾ എന്താക്കി ഫുഡെല്ലാക്കിയിട്ട് അപ്പുറത്തെ ഒത്തു കൊടുത്തേച്ച് അയാൾ വന്നേല് പിന്നെ നീ എടുത്ത ബാന്ന് ഓളെന്താക്കി ഇവിടുത്തെ സാമ്പാർ ഇതേ അപ്പം ഇതേ കറി എല്ലാം ഇവിടുത്തെ തന്നെ ഓളെ ആക്കിയത് അപ്പുറത്തെ ഒത്തിൽ കൊണ്ടുപോയിട്ട് ഓളെ പാത്രത്തിലെല്ലാം ഇട്ടിട്ട് പിഞ്ഞാണത്തിലെല്ലാം ഇട്ടിട്ട് ഓൾ കൊണ്ടുവന്നിട്ട് അതിനെ തുറന്നിട്ട് ഓൻ കുറച്ചൊക്കെ കുടിച്ച് എന്ത് ടേസ്റ്റ് നോക്കൂ ഓൻ്റെ ഭാഗ്യ നക്ക് നസീബ് നല്ലില്ല നല്ല നസീബ് നല്ലില്ല ഇത് കൂട്ടി ഇത് വെച്ചെങ്കിൽ ചോറ് ഇരിഞ്ഞിട്ട് പോവും അത്ര അങ്ങനത്തെ മണ ഏത് മണ എന്ത് മണ ഇല്ല ഓളെ ആക്കിയ മണ ഓ വിചാരിക്കുന്ന എപ്പോഴും നൻ്റെ പിഞ്ഞയാക്കി സമാവില്ല അങ്ങനെയാകാൻ പാടില്ല. എപ്പോഴും ഭാര്യയോട് നോക്കൂ സൂര്യയുടെ നോക്കൂ ഓളെ ഇത് നോക്കൂ ഓളെ അത് നോക്കൂ ഓളെ ചന്ത നോക്കൂ ഓളെ ആക്റ്റീവ് ഓളെ അത് നോക്കൂ കാറ് ഇങ്ങനെ പറയുകയല്ല. നമുക്കല്ലാഹു കനിഞ്ഞേകിയ ഭാര്യയില്ലയോ അവളെ രാജ്ഞി പോലെ നോക്കൽ നിന്റെ ബാധ്യതയാണ്. അല്ലാഹുവേ നല്ല സ്വഭാവത്തോടെ നല്ല സന്തോഷത്തോടെ കുടുംബത്തിൽ നല്ലവരായി ജീവിക്കാൻ തൗഫീഖ് നൽകണം അല്ലാ. കുടുംബത്തിൽ സമാധാനമുണ്ടാകാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ അസ്സലാത്തു ഒന്നിച്ച് നിസ്കരിക്കുക. ഭാര്യയും ഭർത്താവും ഒന്നിച്ച് നിസ്കരിച്ചാൽ കുടുംബത്തിൽ ബർക്കത്തുണ്ടാകും, യോജിപ്പുണ്ടാകും. ഖിറാഅത്തുൽ ഖുർആനി ഒന്നിച്ച് ഖുർആൻ ഓതുക. ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് ഖുർആൻ ഓതുക. ഇതല്ല ഓണ് അപ്പുറത്തെ തിരിഞ്ഞിട്ട് വാട്സപ്പ്, ഓൾ ഇപ്പുറത്ത് തിരിഞ്ഞിട്ട് വേറെ വാട്സപ്പ്, വേറെ എന്തില്ല അപ്പുറവും ഇപ്പുറവും. അങ്ങനെയാവരുത്. ഒന്നിച്ചിരുന്ന് ഖുർആൻ ഓതുക. മക്കളും ഭാര്യയും വീട്ടുകാരും ഒന്നിച്ചിരുന്ന് ഖുർആൻ ഓതുക. അർ-റഹ്മാൻ സൂറത്ത് ഓതിയാൽ മനസ്സിന് സമാധാനം കിട്ടുന്നു. യാസീൻ സൂറത്ത് ഓതിയാൽ കൽബ് ശുദ്ധമാകുന്നു, കൽബ് വിശാലമാകുന്നു. വാഖിയ സൂറത്ത് ഓതിയാൽ നിന്റെ മക്കൾ ആരാന്റെ മുന്നിൽ കൈനീട്ടേണ്ട മക്കളാവൂല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട് ഫഖറഊഹാ വാഖിയ സൂറത്ത് നിങ്ങൾ ഓതണേ. വഅല്ലിമൂഹാ ഔലാദക്കും വാഖിയ സൂറത്ത് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിക്കുന്നവരാകണോ. അത് സൂറത്തുൽ ഗിന, ഐശ്വര്യത്തിന്റെ ബർക്കത്തിന്റെ റഹ്മത്തിന്റെ സൂറത്താണ് വാഖിയ സൂറത്ത്. അതുകൊണ്ട് വാഖിയ സൂറത്ത് ഓതുക. കച്ചവടത്തിൽ ബർക്കത്ത് വേണോ, കുടുംബത്തിൽ ബർക്കത്ത് വേണോ, സൂറത്തുൽ മുൽക്ക് ഓതുക. ശൈത്താന്റെ ശർറ് ഉപദ്രവം ഭയക്കുന്നുവോ, അൽ ബഖറ മുഴുവൻ ഓതുക. അതല്ലെങ്കിൽ അൽ ബഖറയുടെ ആദ്യവും അവസാനം ഓതുക. അതുപോലെ സാഹിരീങ്ങൾ മാട്ടമന്ത്രത്തെ ഭയക്കുന്നുവെങ്കിൽ സൂറത്തുൽ ജിന്നും ഫലക്ക് സൂറത്തും ഓതുക, നല്ലതാണ്. അങ്ങനെ ഒരുപാട് ഖുർആൻ ഓതുന്നവർ നമ്മളാകണം. ഒന്നിച്ച് ഭാര്യയും ഭർത്താവും. നാളേക്കുള്ള കവർ അല്ലേ, മറ്റന്നാക്കുള്ള കവർ നല്ല കവറാണ്. പക്ഷെ നല്ല ഏറ്റവും നല്ല ബറക്കത്താക്കപ്പെട്ട നല്ല നീയത്തോടുകൂടെ നല്ല സംഖ്യ ഇട്ട് കൊടുത്തേക്കണം. ഇന്നും ബക്കറ്റിൽ നിങ്ങളെല്ലാവരും സംഭാവന ഇട്ടുകൊടുക്കണമെന്ന് പ്രത്യേകം ചോദിക്കുകയാണ്. നല്ല ഇൻഷാ അല്ലാഹ് കവറിൽ കൊണ്ടുപോയി നല്ല സംഭാവന ഇടുക. ഇന്നും എന്തെങ്കിലും ഒരു ബറക്കത്തിന് നല്ലൊരു സംഭാവന ഇട്ടേക്ക്. അല്ലാഹു ബറക്കത്താക്കട്ടെ. അല്ലാഹുവേ സന്തോഷം നൽകണം റഹ്മാനെ. അതുകൊണ്ട് ഒന്നിച്ചിരുന്ന് ഖുർആൻ ഓതുക. ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് ഖുർആൻ ഓതുക. ദിക്റുല്ലാഹി മാ, ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്നിട്ട് ദിക്ർ ചൊല്ലുക. ഒന്നിച്ചിരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മക്കളില്ലേ ഒന്നിച്ചിരുന്ന് അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിയിട്ട് ഹസനുൽ ബസരി തങ്ങളോട് ചോദിച്ചു. ഹസൻ ബസരി തങ്ങളെ മക്കളില്ലാതെ വിഷമം പറഞ്ഞപ്പോ ഹസനുൽ ബസരി പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ്. രണ്ടാളും അത് ചൊല്ലിയാൽ അവർക്ക് മക്കളുണ്ടാകുന്നു. കടം കൂടുതലാണോ, അസ്തഗ്ഫിറുല്ലാഹ്, നിന്റെ കടം തീരാൻ നല്ലതാണ്. ടെൻഷന് കൂടുതലാണോ, എപ്പോഴും ടെൻഷന്, എന്നാലും നീ ചൊല്ലിക്കോ അസ്തഗ്ഫിറുല്ലാഹ്. ഇസ്തിഗ്ഫാർ ചൊല്ലൽ ഖൈറാണ്. അതുപോലെ ഇജ്തിമാഉൽ ലൈലത്തി അല താമിമാ, മരിക്കുവോളം ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുക. ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുക.
ചെറുപ്പക്കാരൊക്കെ ശ്രദ്ധിക്കുക. ഒന്നിച്ചിരുന്ന് കല്യാണം കഴിഞ്ഞവരൊക്കെ ഭക്ഷണം കഴിക്കുക. അല്ലാത്തവർ ഉമ്മാന്റെ കൂടെ ഉപ്പാന്റെ കൂടെ ഒന്നിച്ചിരുന്ന് ഏത് വീട്ടിലാണോ ഭക്ഷണം കഴിക്കുന്നത് ആ വീട്ടിലേക്ക് അല്ലാഹു ബറക്കത്ത് ചൊരിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒറ്റക്കൊറ്റക്ക് ആളുണ്ട്, വാട്സപ്പിലുള്ള ആൾ അവരുടെ കൂടെ. അതല്ലെങ്കിൽ ഫുഡ് വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഹോട്ടലിൽ പോയി ചില ആൾ തിന്നാനല്ല പോകുന്നത്, ഇതെടുത്ത് സെൽഫി എടുത്തിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും അയക്കാനാണ്. തിന്നൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ല, ഒന്ന് ഫോട്ടോ എടുത്തിട്ട് പിന്നെ പോയാലും വിരോധമില്ല. ആ രൂപത്തിലാകരുത്. ഭക്ഷണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ, ഭാര്യ ഭർത്താവ് കുടുംബം ഒന്നിച്ചിരുന്ന് ഒരേ പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ അതും ബർക്കത്താണ്. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, നല്ല ഭക്ഷണം നല്ലതാണ്. അല്ലാഹു ബർക്കത്താക്കട്ടെ. നല്ല ഭക്ഷണം നമ്മുടെ ഖജാൻജിയുടെ വീട്ടിൽ അല്ലെ, ഖജാൻജി അല്ലല്ലേ എന്തുവരെ ഇസ്മായിൽ അള്ളാഹുവേ നീ ബർക്കത്താക്കണേ അല്ലാഹ്. നല്ല മുന്തിയ ഭക്ഷണം, നല്ല മനോഹരമായ ഭക്ഷണം ഉണ്ടാക്കി തന്നു യാ അല്ലാഹ്. അവർക്കും കൂട്ടുകുടുംബത്തിനും നീ സന്തോഷം നൽകണം അല്ലാഹ്. അവർക്കും കൂട്ടുകുടുംബത്തിനും നീ ഖൈർ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. എല്ലാ സന്തോഷത്തിൻ്റെ വാതിൽ അവർക്കും കൂട്ടുകുടുംബത്തിനും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരുടെ വീട്ടിലേക്ക് വന്ന മരുമകളായി വന്നവർ, ഞാൻ മുമ്പ് കൂർണടക്കയിലുണ്ടാകുമ്പോൾ അവരുണ്ടായിരുന്ന നമ്മളൊക്കെ സ്നേഹിച്ചിരുന്ന ഒരു വീട്ടുകാരുടെ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകളാണ്. അദ്ദേഹത്തിൻ്റെ മകൻ കൊല്ലങ്ങളായി മരിച്ചു, കഴിഞ്ഞ കൊല്ലം മരിച്ചുപോയി. ചെറിയൊരു വിഷമത്തിലും ബുദ്ധിമുട്ടിലൊക്കെ ആയിട്ട് യാ അല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഖബർ, ജമ്മി എന്ന് പറയുന്ന ആ സഹോദരൻ്റെ ഖബർ നീ സന്തോഷത്തിലാക്കണം അല്ലാഹ്. എല്ലാ റാഹത്തും ആ ചെറുപ്പക്കാരൻ്റെ ഖബർ നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്. സ്വർഗീയ സുഖാഡംബരങ്ങളെ കൊണ്ട് ആ ഖബർ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അതുപോലെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹു എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. അതുകൊണ്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഫിഷും മട്ടനും ചിക്കനും എല്ലാം ഒന്നിച്ചിട്ട് കിട്ടിയ ഫ്രീ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അടിച്ച് തിന്നാൻ പാടില്ല. ഇപ്പം ഇന്ന് നല്ല നല്ല ഫിഷ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ മീൻ മാത്രം കഴിച്ചു. മീൻ കഴിക്കുകയാണെങ്കിൽ മീൻ മാത്രം കഴിക്കുക. ആടും ചിക്കനും മട്ടനും ഒക്കെ ആണെങ്കിൽ അങ്ങനെ കഴിക്കുക, ഏതെങ്കിലും ഒന്ന്. രണ്ടിൻ്റെ കൂടെയും പച്ചക്കറി രണ്ടും പറ്റും, വെജിൻ്റെ കൂടെ ഏതും പറ്റും. അല്ലാത്തതിൻ്റെ കൂടെ മീനും ഇറച്ചി ഒന്നിച്ചിരുന്നാൽ നല്ലതല്ല. ചൂടും തണുപ്പും ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തണുത്ത എന്തെങ്കിലും ഇല്ലെങ്കിൽ അല്ലേ, സ്പ്രൈറ്റാ എന്തെങ്കിലും കുറച്ച് കിട്ടിയില്ലെങ്കിൽ ചെറുപ്പക്കാർക്കൊരു ഗ്രിപ്പ് കിട്ടുന്നില്ല അല്ലേ, പൂർത്തിയാകുന്നില്ല. ചില ആൾ വന്നിട്ട് പറയുന്നുണ്ട് എല്ലാ എന്തൊരു ശരിയായിട്ടില്ല, എന്തൊരു മറന്ന പോലെ അല്ല എന്ന് അല്ലേ, മറന്ന അങ്ങനെയല്ല. ചൂട് ആഹാരത്തിൻ്റെ കൂടെ തണുത്തത് കഴിക്കാൻ പാടില്ല, നല്ലോണം ചൂട് കഴിക്കാനും പാടില്ല. ഫഇന്നൽ ഹാറ ലാ ബറകത ഫീ. ചില ആൾ കേൾക്കുന്ന ഉസ്താദിന് ഡബിൾ ചൂടാ ത്രിബിൾ ചൂടാന്ന്. ഉദാഹരിച്ച് ഉസ്താദ്മാർക്ക് എപ്പോൾ നോക്കി ഇങ്ങനെ ചൂട് തന്നെ, നമുക്ക് അങ്ങനത്തെ ചൂടൊന്നുമില്ല അല്ലേ. ചില അങ്ങനെ കേട്ടിട്ട് ചൂടാക്കുന്ന ഉസ്താദിന് ഡബിൾ ചൂടല്ലേ ത്രിബിൾ ചൂടല്ലേ, ആയി ഡബിൾ കൊണ്ടാ പിന്നെന്താക്കുന്നത്, അവൻ്റെ ആശയല്ലേ, അവൻ്റെ ഒരു ആശ പിന്നെന്താക്കുന്നത്. ആ രൂപത്തിലാകരുത്. ഡബിളും ത്രിബിളും ചൂട് കുടിക്കാൻ പാടില്ല. ചുട്ടുപൊള്ളുന്ന ആഹാരത്തിൽ ബറക്കത്തില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ തന്നെ പെണ്ണുങ്ങൾ ഫ്രിഡ്ജിൽ നിർത്തിട്ട് അങ്ങനെ വിളമ്പിരി കൊടുത്തങ്ങ് അടി കിട്ടുമാവോ, ഇതിൻ്റെ കൈൻ്റെ ചൂട് കിട്ടും, ജാഗ്രത ആയിക്കോളി. അള്ളാഹു സലാമത്താക്കട്ട്. ഒരിക്കൽ ചൂടാക്കിയ ഫുഡ് രണ്ടാമത് ചൂടാക്കിയാൽ രോഗം വരും എന്നുള്ളതാണ്. ഒരു തവണ ചൂടാക്കിയ ഫുഡ് രണ്ടാമത് ചൂടാക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം എന്താക്കണം, അങ്ങനെ തിന്നണമെന്ന അല്ല, ഒരിക്കൽ ആവശ്യമുള്ളത്ര മാത്രം ചൂടാക്കണം. ആവശ്യമുള്ള ഫുഡ് മാത്രം ഏതുമാകട്ടെ. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യുകയാണ്. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒന്നിച്ചിരുന്ന് കഴിക്കുക, ഒരു വറ്റ് പോലും വേറാതെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ഈ കാര്യങ്ങൾ ചെയ്താൽ കുടുംബത്തിൽ ബറക്കത്തുണ്ടാകുമെന്ന് മഹാന്മാർ വളരെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് മുത്തുമുഅ്മിനീങ്ങളോട് പെണ്ണ് എത്രയും കെട്ട ആണുങ്ങൾക്കൊക്കെ ചില ആണുങ്ങൾക്ക് മനസ്സിലെപ്പോഴും ആശ, എവിടെങ്കിലും കെട്ടണം, ഇനി 2 കെട്ട ബ്രോക്കറെ കണ്ണം കേട്ടത് ഞങ്ങൾക്ക് കിട്ടുക എന്ന് കേട്ടുകൊണ്ടേ പോകുന്ന എല്ലാവരുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടൊരാശ. ചില ആണുങ്ങൾ മനസ്സിൽ സ്നേഹമില്ലാത്ത ആണുങ്ങളുണ്ട്. ഒരുത്തം വന്നിട്ട് കുടുംബത്തിൽ നല്ല സന്തോഷമുണ്ടാകുക, ഭാര്യ ഭർത്താക്കന്മാർ ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടുക, പിന്നെ എന്താക്കുന്നത് മങ്ങലായിട്ടായി. ഒരുത്തം വന്നിട്ട് ദ്വാരക്കാൻ പറഞ്ഞ് അങ്ങനെ ഉസ്താദ് ഡോക്ടർ ചൊല്ലിന് എന്ത്, ഒന്നാ കിടാവും ഇല്ല കിടാവിൻ്റെ ഉമ്മ കിട്ടുമെന്ന്, രണ്ടാളും കിട്ടലാന്ന്. ഡെലിവറി ആകുമ്പോൾ ഓൻ ഡോക്ടറോട് പറഞ്ഞാൽ ഡോക്ടർക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് കിടാവ് കിട്ടുന്ന പോലെ ആക്കിന്ന്, എങ്ങനെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് കിടാവ് കിട്ടുന്ന പോലെ ആക്കറുന്ന്. എന്ത് കിടാവോട് ഇത്ര ബിരുസ? കിടാവോട് ബിരുസല്ല, ഓള് പോയെങ്കിൽ പുതിയ വേറെ എടുക്കല്ലേ സെറ്റ് കിട്ടല്ലേ, എങ്ങനെ ഓളെ കൊല്ലണമെന്ന് ചെല്ലാനാ
ഒളക്ക് പോട്ട് തൊന്തരയില്ല അങ്ങനെ ചെല്ലണമെന്നില്ല. അപ്പം എന്താ ഉസ്താദ് നിങ്ങൾ ദ്വാരക്കണോ? കിടാവെല്ലാം കിടാൻ്റെ ഉമ്മ എങ്ങനെയാ ഉസ്താദ് വേണ്ട പോലെ ദ്വാരക്കീന്ന്? എങ്ങനെ ഓള് പോയെങ്കുവാന്ന് വേറെ കെട്ടല്ല ഓള് പോയങ്ങ്. ഇരുപത്തിലാകാൻ പാടില്ല. സ്നേഹം മരിക്കുന്നത് വരെ. ഖദീജ ഉമ്മ മരിച്ചിട്ട് കൊല്ലങ്ങൾ കഴിയുമ്പോഴും ഖദീജ ഉമ്മാന്റെ പേര് കേൾക്കുമ്പോ തേങ്ങി തേങ്ങി കരയുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. മാ ബദലില്ലാഹു ഖൈറൻ മിൻഹാ, ഖദീജാനെ കാണും ഖൈറുള്ളൊരു പെണ്ണ് എനിക്ക് അല്ലാഹു തന്നിട്ടില്ല മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി തങ്ങളെ കാണും 15 വയസ്സ് കൂടുതലുള്ള പെണ്ണ്. ആ പെണ്ണിനെ പറ്റിയാണ് ആയിഷ ഉമ്മയടക്കമുള്ളവരോട് റസൂലുള്ള പറയുന്നത്, ഖദീജാനെ കാണും നല്ലൊരു പെണ്ണ് എനിക്ക് അല്ലാഹു തന്നിട്ടില്ല. അതുകൊണ്ട് മുത്തുമുഅ്മിനീങ്ങളെ നല്ല സ്നേഹത്തോടെ ജീവിക്കുക. ജീവിതത്തിൽ സന്തോഷത്തിലാകാൻ ഒരുപാട് നന്മകൾ ചെയ്യുക. ആകാശത്തിലേക്ക് നോക്കൽ ഖൈറാണ്. ഇമാം ഗസാലി തങ്ങൾ പറയുന്നു, സമയം ഉണ്ടാകുമ്പോൾ ഈ വാട്സപ്പെല്ലാം കുറച്ച് മൊബൈലൊക്കെ നെറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് പുരൻ്റെ പുറത്തിരുന്നിട്ട് ആകാശത്തിലേക്ക് നോക്കുക. ആകാശത്തിലേക്ക് നോക്കിയാൽ തങ്കുസുൽ ഹമ്മ, ടെൻഷൻ ഇപ്പല്ല പിന്നെ ഇപ്പം നോക്കിയിട്ട് ചിമ്മൽ കാണുന്ന ഈ പ്രശ്നത്തിൽ അല്ലേ, പിന്നെ നോക്കാം, നാളെ എല്ലാം പുരുഷത്തിൽ നോക്കാം. തങ്കുസുൽ ഹമ്മ, ടെൻഷൻ കുറയുകയാണ്. ആകാശത്തിലേക്ക് നോക്കുന്നവരുടെ ടെൻഷൻ കുറയുന്നു. വസ്വാസ് കുറയുന്നു. ചില ആൾക്കുണ്ട് ഭയങ്കര വസ്വാസ്, എപ്പോൾ നോക്കിയാലും കുളിക്കുന്നിടത്ത് ഔദിൻ്റെ അടുത്ത് അവിടെ ഇവിടെയൊക്കെ വസ്വാസ് ഇല്ലാതെയാകാൻ ആകാശത്തിലേക്ക് നോക്കൽ ഖൈറാണ്. അതുപോലെ ആകാശത്തിലേക്ക് നോക്കുന്നത് കൊണ്ട് പിത്തരോഗം ഇടന്തന്ന പിത്ത് തന്നെയാ, പിത്തരോഗത്തിനുള്ള ശമനമാണ്. അതുപോലെ അള്ളാനെ ഓർക്കാൻ നല്ലതാണ്, അള്ളാനെ ഓർമ്മിക്കാൻ നല്ലതാണ്. അങ്ങനെ ജീവിച്ച് റാഹത്തോടെ മരിക്കണം മുഅ്മിനീങ്ങളെ. നമുക്കെല്ലാം അള്ളാഹു നൽകുന്നത് പരീക്ഷണാർത്ഥം. ഒരു സഹോദരിയുടെ മാഷിതാ ബീവിയുടെ ഭർത്താവ് മരിച്ചു പോയിട്ട് ആ സഹോദരിയുടെ മക്കളെല്ലാവരും നിർത്തുകയാണ് നിങ്ങൾ ഒന്നിങ്ങോട്ടൊക്കെ നിർത്താം. കഴിഞ്ഞ് 5 മിനിറ്റ് കൊണ്ട് നിർത്തും ഇൻഷാ അല്ലാ. 5 മിനിറ്റ് കൊണ്ട് ഇൻഷാ അല്ലാ ചെറിയൊരു ദുആ നടത്തിയിട്ട് നമുക്ക് നിർത്താം ഇൻഷാ അല്ലാ. അല്ലാഹുവേ ഖൈർ നൽകണം അല്ലാ. മാഷിതാ ഉമ്മാന്റെ ഭർത്താവ് മരിച്ചുപോയി. ധിക്കാരികളാകുന്ന രാജാക്കൾ, ആ രാജാക്കളില്ലയോ, ആ രാജാക്കൾ മാഷിതാ ഉമ്മയെ അവരുടെ പട്ടാളങ്ങളെല്ലാവരും ചേർന്ന് ആ ഉമ്മാനെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിൽ നിന്ന് വ്യതിചലിപ്പിക്കാനുള്ള ശ്രമം നടത്തി. ഭർത്താവ് നേരത്തെ കൊല്ലപ്പെട്ടു. ദീനിൽ നിന്ന് വിട്ടുമാറാൻ പറഞ്ഞിട്ട് പിന്നെ എല്ലാം പറഞ്ഞിട്ട് അവസാനം ആ ഉമ്മയുടെ ആദ്യത്തെ മകനെ കൊണ്ടുപോയി തിളക്കുന്ന എണ്ണയിലിട്ട് കരിച്ചു കളയുകയാണ്. എന്നിട്ടും മനസ്സിന് മാറ്റമില്ല. 2ഉം 3ഉം എല്ലാ മക്കളെയും തിളക്കുന്ന എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് സകല മക്കളും ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. ഭർത്താവ് ലോകത്തോട് വിട പറഞ്ഞിട്ട് കൊല്ലം പൂർത്തിയായിട്ടില്ല. അതിനു മുമ്പാണ് സകല മക്കളെയും എണ്ണയിൽ കരിച്ചു കൊന്നുകളഞ്ഞത് ശത്രുക്കൾ. അവസാനം ആ ഉമ്മയെയും അവർ കഷ്ണമായി മുറിച്ചിട്ട് തിളക്കുന്ന എണ്ണയിലിടുകയാണ്. അങ്ങനെ സകല ആളുകളെയും കൊന്നൊടുക്കിയിട്ട് പോലും ആ ഉമ്മയുടെ ഈമാനിക ചൈതന്യത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അവർ അല്ലാഹനെ ഓർത്തിട്ട് ജീവിച്ചവരാണ്. ഉമ്മമാരെ, സുമയ്യ ഉമ്മാനെ ചരക്കല്ലിലൂടെ വലിച്ച് രക്തമൊലിഞ്ഞപ്പോ സുമയ്യ ഉമ്മയുടെ മുന്തുവാരത്തിലേക്ക് ചുട്ടുപൊള്ളുന്ന ഇരുമ്പ് കുത്തിയപ്പോൾ എന്നിട്ട് പോലും അവരുടെ ഈമാനിക ചൈതന്യത്തിന് മാറ്റം വന്നില്ല. അതുകൊണ്ട് മുഅ്മിനെ, നമ്മുടെ ഈമാൻ നല്ലവണ്ണം കാത്തു സൂക്ഷിച്ച് ലോകത്തോടെ വിട പറയുമ്പോ ഖദീജ ഉമ്മ റസൂലുള്ളാഹിന്റെ കൈ പരസ്പരം ചേർത്ത് പിടിച്ചിട്ട് റസൂലുള്ളാഹിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റം എൻ്റെ ഭർത്താവാകുന്ന റസൂലാകുന്ന അങ്ങയോട് വന്നു പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് നൽകണേ നബിയേ. റസൂലുള്ള പറയുകയാണ്, ഖദീജ, ഒരുപാട് സമ്പത്തുണ്ടായിരുന്ന നീ മുഹമ്മദിന്റെ ഭർത്താവായതിൻ്റെ പേരിൽ ഒരുപാട്
ഒരുപാട് കഷ്ടപ്പാടുകളും വിഷമങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചില്ലയോ? അതുകൊണ്ട് നാളെ അള്ളാന്റെ അടുത്ത് പോയിട്ട് എന്നെ ഒന്നും പറയല്ല ഖദീജ, എന്നെ ഒന്നും പറയല്ല ഖദീജ. ഖദീജ പറയുകയാണ്, റസൂലേ, അങ്ങയെ ഭർത്താവാക്കിയത് കൊണ്ട് എനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, എനിക്കൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. അള്ളാന്റെ മഹ്ശറയിലേക്ക്, കോടതിയിലേക്ക് മാറ്റിവെക്കാതെ എന്നോട് പൊറുക്കണേ നബിയേ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് കുടിക്കാൻ വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയിൽ പച്ച മറുഭൂമിയിൽ കിടന്നിട്ട് ഖദീജ ഉമ്മ ലോകത്തോട് വിട പറഞ്ഞിട്ട് ഖദീജ ഉമ്മാനെ കഫൻ ചെയ്യാനുള്ള കഫൻ പുടവ പോലും മതിയാകാതെ വന്നിട്ട് കരഞ്ഞുകൊണ്ടാണ് റസൂലുള്ള ഖദീജ ഉമ്മാനെ കഫൻ ചെയ്തത്. ആ ഒരു സ്നേഹബന്ധമില്ലയോ? അതുപോലെ ജീവിക്കുന്നവരാകണം നമ്മൾ. അല്ലാഹുവേ, റസൂലുള്ളാഹിന്റെ മഹാന്മാരുടെ കാവൽ ഞങ്ങൾക്ക് നൽകണമല്ല. ഉമ്മമാരെ, നമ്മുടെ ഉമ്മാനെ ഉപ്പാനെ സങ്കടപ്പെടുത്തരുത്. സഹോദരിമാർ, ഭർത്താവിൻ്റെ ഉമ്മാനെ ഉപ്പാനെ ആക്രമിക്കരുത്. ഉമ്മമാരെ, നിങ്ങളുടെ പെൺമക്കളെ പോലെ തന്നെയാണ് നിങ്ങളുടെ ആൺമക്കളുടെ ഭാര്യമാർ. അവരോട് നിങ്ങൾ വിദ്വേഷം കാട്ടരുത്. അതുകൊണ്ട് നിങ്ങൾ വയസ്സിന് മൂത്തവരെ ബഹുമാനിക്കുക, ചെറിയവരോട് കരുണ കാണിക്കുക, നല്ല ആൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക. എപ്പോഴാണ് നമ്മൾ മരിച്ചു പോവുക? കൊട്ടാരം പോലത്തെ വീട് കെട്ടിയവൻ വീട് കുടികൂടിയിട്ട് 3 ദിവസം കഴിയുന്നതിന് മുമ്പായിട്ട് ആക്സിഡന്റിൽ പെട്ടിട്ട് 3 ദിവസം പൊന്നുമോളോട് നീ സ്കൂളിൽ പോകാൻ യൂണിഫോം ഇട്ട് അവിടെ നിൽക്ക്, വാപ്പച്ചി പോയിട്ട് ഇറച്ച് മട്ടന് വേണ്ടിയിട്ട് ടൗണിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന ചെറുപ്പക്കാരൻ അപകടത്തിൽ വീണ് മരിച്ചില്ലയോ? സിദ്ദീഖ് എന്ന് പറയുന്ന ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ. അല്ലാഹുവേ, ആ സിദ്ദീഖിന്റെ ഖബർ ജീവിതം നീ സ്വർഗമാക്കണേ അല്ലാ. 2 പൊന്നു മക്കളെ യതീം മക്കളാക്കിയിട്ട് വലിയ പടുകൂറ്റം കൊട്ടാരം പോലത്തെ വീടിട്ടെറിഞ്ഞു പോയില്ലയോ? മിഞ്ഞാന്നൊരു കല്യാണത്തിന് കൂടിയപ്പോ എന്നോടവിടെയുള്ളവർ പറഞ്ഞു, ഒരു ഉമ്മ, ഒരു സഹോദരി മരിച്ചുപോയി. മരിച്ച് ആ സഹോദരിയുടെ അനുജത്തിയുടെ കല്യാണ ദിവസം എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ഒരു പൊന്നുമോള് മാത്രം കരയുകയാണ്. എന്തിനാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, എല്ലാവരും ഉമ്മയും കല്യാണത്തിന് വന്നിട്ടുണ്ട്, എൻ്റെ ഉമ്മ മാത്രമില്ല എന്ന് പറഞ്ഞിട്ട് 4 വയസ്സുള്ള പൊന്നുമോള് ഉമ്മ തിരിച്ചു വരാത്ത ലോകത്തേക്ക് മടങ്ങിപ്പോയി. പൊന്നുമോളതറിഞ്ഞിട്ടില്ല. മുമ്മിനെ എത്രയെത്ര മരണങ്ങളാണ്. പൊന്നുമോള് വന്നിട്ട് ഉമ്മാന്റെ ഖബറിനടുത്തിട്ട് വന്നിട്ട് ഉമ്മ ഉമ്മ എന്ന് വിളിക്കുന്ന രംഗം കണ്ടിട്ടില്ലയോ മുഅ്മിനീങ്ങളെ? നമ്മൾ മരിച്ചുപോയാ നമ്മുടെ മക്കൾക്കാരാണ്, അവർ എത്തി മക്കളായാൽ അവർക്കാരാണ്. അതുകൊണ്ട് എപ്പോൾ എവിടെ വെച്ചെങ്ങനെ മരിക്കുമെന്നറിയില്ല. എപ്പോഴാണെങ്കിലും ഈമാനോടെ മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. അയ്യോ കയ്യും ചെറുപ്പക്കാരൊക്കെ പറഞ്ഞത് ശ്രദ്ധയിലുണ്ടാകുക. ഹറാമുകളെ കൊണ്ട് ആരും ചെയ്യരുത്. താളത്തിനെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ബെഡ്റൂം പൊളിക്കുക, അവിടെ ബുദ്ധിമുട്ടാക്കുക, അത് ചെയ്യരുത്. അതുപോലെ പുതിയാപ്പണ്ണ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ ബൈക്ക് റേസ് ചെയ്തിട്ട് ഹോർണടിച്ചിട്ട് ബുദ്ധിമുട്ടാക്കിയിട്ട് അത് ശ്രദ്ധയിൽ ഉണ്ടാകണം. അതുപോലെ ക്രിക്കറ്റിൻ്റെ, ഫുട്ബോളിൻ്റെ ഇങ്ങനെ രാത്രി ഉറങ്ങാതെ രാപ്പകലുകളിൽ തിന്മക്ക് വേണ്ടി ചെലവഴിക്കുന്നവരാകരുത്. പള്ളിക്ക് വേണ്ടി, നാടിന് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി കാരുണ്യ പ്രവർത്തനങ്ങൾ, സോഷ്യൽ വർക്കുകളൊക്കെ ചെയ്തിട്ട് നല്ലവരായിട്ട് ജീവിക്കണം. കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഭാര്യമാർ അല്ലാഹു നമുക്ക് തന്നതാണ്, അവരെ നല്ലോണം നോക്കി വളർത്തണം. നമ്മുടെ ഭർത്താക്കന്മാർ അല്ലാഹു നമുക്ക് തന്നതാണ്, നമ്മുടെ മക്കൾ അല്ലാഹു നമുക്ക് തന്നതാണ്. എല്ലാവരും സ്നേഹത്തിൽ കഴിയണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു, ഇവിടെയുള്ള ഉസ്താദന്മാർ, ആലിമീങ്ങൾ, അവർക്ക് നീ ഖൈറും ബറക്കത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. ഇവിടെ വന്ന എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, സന്തോഷവും സമാധാനവും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണേ അല്ലാഹ്. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണേ അല്ലാഹ്. ഇന്ന് ഞങ്ങൾക്ക് ഭക്ഷണം തന്ന വീട്ടുകാർ, ആ കുടുംബത്തിലുള്ള ആണ്, പെണ്ണ്, ചെറുത്, വലുത്, എല്ലാവർക്കും നീ സന്തോഷം നൽകണേ അല്ലാഹ്. നല്ല മനോഹരമായ ഭക്ഷണം തന്നു യാ അല്ലാഹ്. അവർക്കും കൂട്ടുകുടുംബത്തിനും സ്വർഗീയ ഭക്ഷണം നൽകണേ അല്ലാഹ്. അവരുടെ മുറാദ് ഹാസിലാക്കണം അല്ലാഹ്. ഇവിടെ 1000 റുപ്യ വീതം പറഞ്ഞ ആളുകൾക്ക് നീ സന്തോഷം നൽകണേ അല്ലാഹ്. ആഫത്ത് മുസീബത്തുകളെ തൊട്ടവരെയും ഞങ്ങളെയും നീ കാക്കണേ അല്ലാഹ്.
ഇവിടെ വന്ന ഉമ്മ പെങ്ങന്മാരെ നീ കാക്കണം അല്ലാ, ിക്കണേ അല്ലാ, രോഗങ്ങളെല്ലാം ശിഫയാക്കണം അല്ലാ. അല്ലാ, ഒരുപാട് കടങ്ങളുണ്ട് വീട്ടിൽ തരണേ അല്ലാ, ഒരുപാട് രോഗങ്ങളുണ്ട് ശിഫയാക്കണേ അല്ലാ, ഒരുപാട് മുറാദുകളുണ്ട് ഹാസിലാക്കണം അല്ലാ, എല്ലാ വിഷമങ്ങൾക്കും പരിഹാരം നൽകണേ അല്ലാ. കിടന്ന കിടപ്പിൽ കാഷ്ടവും മൂത്രവും പോകുന്ന ദുരവസ്ഥയെ തൊട്ട് കാക്കണം അല്ലാ. അല്ലാ, സ്വന്തം മനോഹരിക്കാനും സ്വന്തം ഭക്ഷണം കഴിക്കാനും കഴിയാത്ത അവസ്ഥയെ തൊട്ട് കാക്കണം അല്ലാ. കിഡ്നി സംബന്ധമായ ക്യാൻസർ സംബന്ധമായ എല്ലാ രോഗങ്ങളും തൊട്ട് ഞങ്ങളെ നീ കാക്കണം അല്ലാ. ഈയിടെ ഒരാൾ ദ്വാരക്കാൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു ഉസ്താദെ പള്ളിയിൽ പോലും പോകാനാകുന്നില്ല, കാഷ്ടം ബാഗിൽ കൊണ്ട് നടക്കുന്ന ആളാന്ന് പറഞ്ഞു. അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. കിടന്ന കിടപ്പിൽ കാഷ്ടവും മൂത്രവും പോകുന്ന അവസ്ഥയെ തൊട്ട് കാക്കണം അല്ലാ. കിഡ്നി സംബന്ധം അങ്ങനെ മാരക രോഗങ്ങൾ പടർന്ന് വന്തലിക്കുകയാണ് അല്ലാ. ഞങ്ങളെ നീ കാക്കണം അല്ലാ. ഞങ്ങൾക്ക് നീ സന്തോഷം നൽകണേ അല്ലാ. ഞങ്ങളെ പിഞ്ചു പൈതങ്ങളെ എത്തി മക്കളാക്കിയിട്ട് ഞങ്ങളെ കൊണ്ടുപോകല്ല അല്ലാ. ആരാൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് പോയി കൈ നീട്ടുന്ന മക്കളാ ഞങ്ങളുടെ മക്കളാകുന്നതിനെ തൊട്ട് കാക്കണം അല്ലാ. പടച്ചോനെ വെക്കേഷൻ സമയങ്ങളാണ്, ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. വെള്ളത്തിൽ വീട് മരിക്കുന്നതിനെ തൊട്ട് ആക്സിഡന്റുകളെ തൊട്ട് നീ കാക്കണം അല്ലാ. അല്ലാ, ഞങ്ങൾക്ക് നീ ഖൈർ നൽകണം അല്ലാ. നല്ല ജീവിതം നൽകണേ അല്ലാ, നല്ല മരണം നൽകണേ അല്ലാ. എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ മരിക്കുമെന്നറിയില്ല, എപ്പോഴാണെങ്കിലും ഈമാനോടെ മരിപ്പിക്കണം അല്ലാ. മരണവും നൽകണം അല്ലാ. അല്ലാഹുവേ നല്ല മരണം നൽകണേ അല്ലാ. ഞങ്ങളുടെ മയ്യത്ത് വാഹനത്തിൻ്റെ ഇടയിൽ നിന്ന് പെറുക്കിയെടുക്കുന്ന മയ്യത്താകുന്നതിനെ തൊട്ട് കാക്കല്ലാ. ഞങ്ങളുടെ മയ്യത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടുന്ന മയ്യത്താകുന്നതിനെ തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളുടെ മയ്യത്ത് ഞങ്ങളുടെ കുടുംബത്തിന് കാണാൻ പറ്റാത്ത മയ്യത്താകുന്നതിനെ തൊട്ട് കാക്കണം അല്ലാ. അല്ലാ, ഞങ്ങളെയും കൂട്ടുകുടുംബത്തെ നീ സലാമത്താക്കണം അല്ലാ. ഞങ്ങൾ മരിച്ചാൽ പിന്നെ ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അല്ലാഹുവേ ഞങ്ങളെ സാലിഹായ അമല് ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണേ അല്ലാ. ഞങ്ങളെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മൂക്കിലും ചെവിയിലും അവിടെയും ഇവിടെയും പഞ്ഞി വെച്ച് വെളുത്ത തുണി കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞു കെട്ടി പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി നിസ്കരിച്ച് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി ആരാരില്ലാത്ത ആരുടെ മണ്ണിന് കട്ടിൽ കിടക്കുമ്പോ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഖൈർ നൽകണേ അല്ലാ. ഞങ്ങളുടെ ഖബർ സന്തോഷത്തിലാക്കണം അല്ലാ. എല്ലാ സന്തോഷങ്ങളും ഞങ്ങൾക്ക് ഖബറിൽ നൽകണേ അല്ലാ. പാവികളാണ്, ദോഷികളാണ്, നരകത്തെ തൊട്ട് ഞങ്ങളെ കാക്കണം അല്ലാ. ഞങ്ങളെല്ലാം കൂട്ടുകുടുംബത്തോടു കൂടെ ഹബീബ് താഹ റസൂലുള്ളാഹ് തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും മുസാഫഹത്ത് ചെയ്തിട്ട് പിരിയ.